എല്ലാ അതിഥികളെയും ഞാൻ വണങ്ങുന്നു. ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളോട് അവർ നേരിടുന്ന അങ്ങേയറ്റം ഹീനമായ അക്രമത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ലോക മനുഷ്യാവകാശ ദിനത്തിൽ അവരോട് ഐക്യപ്പെടാൻ വന്നു ചേർന്ന എല്ലാ മനുഷ്യസ്നേഹികളെയും ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. യുവാൽ നോഹ ഹരാരി ആണ് പുതിയ ലോകത്തെ എങ്ങനെ നോക്കിക്കാണണമെന്ന് ഞങ്ങളെപ്പോലുള്ള വായനക്കാരെ പഠിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ. 3-4 പുസ്തകം കൊണ്ട് അദ്ദേഹം കാലത്തെ അളന്ന് തിട്ടപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. സാപ്പിയൻസ് ഭൂതകാലത്തെക്കുറിച്ചാണെങ്കിൽ ഹോമോ ഡ്യൂസ് ഭാവി കാലത്തെക്കുറിച്ചാണ്. 21 ലെസൺസ് ഫോർ ദ 21st സെഞ്ചുറി വർത്തമാനകാലത്തെക്കുറിച്ചാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ പുസ്തകം നെക്സസ് വന്നു കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹം ലോകത്തിലെ ഒരു ആശയത്തെ വിചാരണ ചെയ്യാൻ പുതിയ ലോകം സ്വീകരിക്കേണ്ട ഒരേ ഒരു മാനദണ്ഡത്തെക്കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾക്കൊരു ഒരു ആശയം വിൽപ്പനയ്ക്ക് വെക്കണമെങ്കിൽ അതൊരു മതമാകട്ടെ, അതൊരു രാഷ്ട്രീയ പ്രസ്ഥാനമാകട്ടെ, ഒരു ചരിത്ര പുരുഷനാകട്ടെ, നിങ്ങൾ വിൽപ്പനയ്ക്ക് വെക്കുമ്പോൾ അത് അല്ലെങ്കിൽ ആ ആശയം അല്ലെങ്കിൽ ആ പ്രസ്ഥാനം ലോകത്തിലെ മനുഷ്യാവകാശങ്ങളോട് എങ്ങനെ പെരുമാറി എന്ന് മാത്രം പരിശോധിച്ചാൽ മതി എന്ന് യുവാൽ നോഹ ഹരാരി പറയുന്നുണ്ട്. നമ്മുടെയൊക്കെ ഒരു അനിയനാവാനുള്ള പ്രായമേ ഉള്ളൂ അദ്ദേഹത്തിന്. അദ്ദേഹത്തിന്റെ ലോക നിരീക്ഷണങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുന്ന ഒരു കാലത്താണ്. ഞാൻ ഈ സമയത്ത് ഇവിടെ പറഞ്ഞ വ്യത്യസ്ത വീക്ഷണകോണുകളിൽ നിന്നൊരു പക്ഷേ ഏറ്റവും സമ്പന്നമായൊരു സെമിനാറായി ഇത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വ്യത്യസ്തമായ വീക്ഷണകോണിൽ നിന്ന് മനുഷ്യാവകാശങ്ങളെ സവിശേഷമായൊരു ഇന്ത്യൻ സാഹചര്യത്തിൽ, ലോക സാഹചര്യത്തിൽ വിശകലനം ചെയ്തുകൊണ്ടുള്ള നിരീക്ഷണങ്ങളാണ് അവതരിപ്പിക്കപ്പെട്ടത്. ഞാൻ ഇതിനോട് ചേർത്ത് പറയേണ്ട ഏതാനും കാര്യങ്ങളേ ഉള്ളൂ. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, ഈ മനുഷ്യാവകാശ ലംഘനങ്ങൾ ഇന്ത്യയിലും പുറത്തുമൊക്കെ വ്യാപകമായി നടക്കുന്നുണ്ട്. അതിനെ നമ്മൾ വിശകലനം ചെയ്യുന്നുണ്ട്, തിരിച്ചറിയുന്നുണ്ട്. പക്ഷേ ഇത്തരം തിരിച്ചറിയലിലും അപലപിക്കപ്പെടുന്നതിലും ഒക്കെ ഒരു പ്രയോറിറ്റി പലപ്പോഴും പാലിക്കപ്പെടുന്നുണ്ട് എന്നത് ഒരു മൗനമായ പ്രയോറിറ്റിയാണ്, ക്രൂരമായ ഒരു പ്രയോറിറ്റിയാണ്. ഇപ്പൊ ഹമീദ് സാറ് പറഞ്ഞ ഒരു വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. പക്ഷെ എപ്പോഴും ഓർക്കേണ്ടത്, നമ്മൾ മനുഷ്യാവകാശങ്ങളെ മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുമ്പോൾ മനുഷ്യാവകാശ ലംഘനങ്ങൾക്ക് വിധേയരാകുന്ന ഇരകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ എപ്പോഴും അക്രമി ആരാണ് എന്ന് നോക്കിയിട്ടാണ് നമ്മൾ അപലപിക്കാൻ തയ്യാറാവുക. അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പൊ കേരള ചരിത്രത്തിലെ ചില ഉദാഹരണങ്ങളൊക്കെ എന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ട്. കേരള ചരിത്രം പറയുന്ന ഒരു വിശാരദന്മാരും മഹാപണ്ഡിതന്മാരും നമ്മുടെ രാഷ്ട്രീയ ബുദ്ധിജീവികളൊന്നും ഒരിക്കലും പറയാത്തൊരു വാക്കാണ് രാമസിംഹന്റെ പേര്. അങ്ങനെ പറയാറില്ല. എന്തുകൊണ്ടാണ് ചേകനൂർ മൗലവി എന്നൊരു വാക്ക് കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ഇന്നോളം കാണാതെ പോയത്? 10-30 കൊല്ലമായിട്ടൊരു അസ്ഥിക്കഷ്ണം പോലും കാണാതെ പോയൊരു മനുഷ്യനെ കുറിച്ച് ആലോചിച്ച് നോക്കൂ. ഇത് ലോകത്തിലും അങ്ങനെയാണ്. സദ്ദാം ഹുസൈനെ കുറിച്ച് നമ്മൾ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ പോലും ഉച്ചൈസ്തരം സംസാരിക്കുമ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് ജമാൽ ഖഷോഗിയെ കുറിച്ച് മിണ്ടാത്തത്? അക്രമി ആരാണ് എന്ന് തീരുമാനിച്ചിട്ട് വേണം നമുക്ക് ഇരകളെ കുറിച്ച് സംസാരിക്കാൻ എന്നൊരു പ്രയോറിറ്റി നിർഭാഗ്യവശാൽ നമ്മുടെ മനുഷ്യാവകാശ നിരീക്ഷണങ്ങളിൽ പ്രകടമാവുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് നമ്മുടെ ഈ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളോടും അതുണ്ട്. ഇപ്പോ ന്യൂനപക്ഷങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ പല പേരുകളും വളരെ കൃത്യമായിട്ട്, ഇപ്പോ ബർമയിൽ നിന്ന് മ്യാൻമറിലെ റോഹിംഗ്യൻ മുസ്ലിങ്ങളെ കുറിച്ച് ഞാൻ കേരളത്തിന്റെ തെരുവുകൾ ഇഷ്ടം പോലെ കേൾക്കാറുണ്ട്. ചൈനയിൽ നിന്ന് പോലും വലിയ തോതിൽ പീഡനം ഏറ്റുവാങ്ങുന്ന മുസ്ലിം ജനവിഭാഗങ്ങളെ കുറിച്ച്, ഉറുഗ്വേ എന്നൊക്കെ വിളിക്കുന്ന മുസ്ലിം ജനവിഭാഗങ്ങളെ കുറിച്ച് ധാരാളം കേൾക്കാറുണ്ട്. പക്ഷെ അപ്പോഴും പറയണ്ട, ഇപ്പോ ശ്രീലങ്കയില് തമിഴ് ദേശീയതക്ക് നേരെ നടന്ന, അല്ലെങ്കിൽ തമിഴ് കൾച്ചറിനെതിരെ നടന്ന ഒരു പക്ഷേ സിംഹള സംസ്കാരം നടത്തിയ വലിയ അധിനിവേശക്കാലത്ത് പോലും നമ്മൾ കേട്ടത് അതിനെ മതവൽക്കരിച്ച് അത് ഇസ്ലാമിന് നേരെ നടന്ന, ഇസ്ലാമിനെ തുടച്ചു നീക്കാനുള്ള നീക്കങ്ങളായിരുന്നു എന്ന് പറയുന്നവരുണ്ട്. പക്ഷെ അപ്പോഴും ചിലതൊക്കെ വലിയ തോതിൽ പറയാതിരിക്കുന്നുണ്ട് എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് മനുഷ്യാവകാശ ലംഘനങ്ങളെ വിലയിരുത്തുന്നതിലും ഒരു സാമാന്യമായ നീതിബോധം, പലപ്പോഴും പ്രയോറിറ്റി ഇല്ലാത്ത, അല്ലെങ്കിൽ ആരാണ് അക്രമി എന്ന് നോക്കിയിട്ട് ഇരകളെ തിരിച്ചറിയുകയും പറയുകയും ചെയ്യുന്ന ഒരു രീതിശാസ്ത്രം ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ്. അതാണ് എനിക്ക് തോന്നുന്നത് ഇരവാദികളുടെ അവസരവാദം എന്നാണ് ഇതിനോട് ചേർത്ത് ഈ ഒരു നിർണായകമായ ദിവസത്തിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറയാൻ തോന്നുന്നു. 2, ബംഗ്ലാദേശിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട അപകടം നമ്മൾ കാണേണ്ടതുണ്ട്. മറ്റെവിടെയും ഇല്ലാത്തൊരു അപകടമാണത്. അത് യഥാർത്ഥത്തിൽ ലോകത്തിലെ ഒരു രാജ്യത്തോടും അതിന്റെ മണ്ണിനോടും അതിന്റെ സംസ്കാരത്തോടും സംസ്കൃതിയോടും പാരമ്പര്യത്തോടും തത്വചിന്തയോടും ഒന്നും കൂറില്ലാത്ത മനുഷ്യന്മാർ, മതമാണ് ലോകമാകെ എന്റെ രാജ്യമെന്ന് വിശ്വസിക്കുന്ന പാൻ ഇസ്ലാമിക് വിചാരം,
അതുണ്ടാക്കുന്ന അപകടം വളരെ വലുതാണ്. പാകിസ്ഥാൻ ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി എന്നൊരു വാക്ക് ഇവിടെ പ്രയോഗിച്ചുകൊണ്ട് മാത്രം പറയല്ല. ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ചൊക്കെ ഞങ്ങളെപ്പോലുള്ളവർ ഇപ്പോൾ ചാനൽ ചർച്ചയൊക്കെ ചെല്ലുമ്പോൾ കേൾക്കുന്ന ആദ്യത്തെ ജമാഅത്തെ ഇസ്ലാമി ബംഗ്ലാദേശ് ഭരിച്ചിട്ടില്ലല്ലോ, പാകിസ്ഥാൻ ഭരിച്ചിട്ടില്ലല്ലോ, ഇന്ത്യ ഭരിച്ചിട്ടില്ലല്ലോ, ജമാഅത്തെ ഇസ്ലാമി ഭരിക്കാത്ത ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ചാണ് നിങ്ങൾ ഇല്ലാത്ത ശത്രുവിനെ, ഇല്ലാത്ത പൂച്ചയെ ഇരുട്ടിൽ തപ്പുകയാണെന്നൊക്കെ പറഞ്ഞാണ് ആരോപണം. ഞാൻ ചോദിക്കുന്നത്, ജമാഅത്തെ ഇസ്ലാമി ഭരിക്കാൻ അവസരം കൊടുക്കുന്നതായിരിക്കും കുറെ കൂടി നല്ലത്. ഭരണമില്ലാതെ ഇരുട്ടിന്റെ ശക്തിയായി നിൽക്കുന്ന ഈ പ്രസ്ഥാനങ്ങളുണ്ടല്ലോ, ഇത് വലിയ അപകടം ഉണ്ടാക്കണം. ചെറിയ അപകടമല്ല. ഇപ്പൊ കേരളത്തിൽ ഇപ്പൊ മലപ്പുറത്ത് ജീവിക്കുന്ന ഒരു സാംസ്കാരിക പ്രവർത്തകൻ എന്ന നിലയ്ക്ക് എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം, ജമാഅത്തെ ഇസ്ലാമി എവിടെയുണ്ട്? ജമാഅത്തെ ഇസ്ലാമി എനിക്ക് തോന്നുന്നു വെൽഫെയർ പാർട്ടിയൊക്കെ വളരെ കുറച്ച് കൈവിരലിലെണ്ണാവുന്ന അംഗങ്ങൾ മാത്രമേ കേരളത്തിലെ പഞ്ചായത്തുകളിൽ പോലും ഉള്ളൂ, നഗരസഭകളിൽ എവിടെയായാലും വളരെ വളരെ. പക്ഷെ അതുകൊണ്ട് അധികാരത്തിൽ അവരില്ല, അവരുടെ ഒരു സാന്നിധ്യമില്ല, ശരിയാണ്. പക്ഷേ അധികാരത്തിൽ ഇല്ലാത്ത അവർ നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ, മൊത്തത്തിൽ സെക്കുലർ പ്രസ്ഥാനങ്ങളെ പോലും ആശയങ്ങളെ എങ്ങനെ ബാധിക്കുന്നു, തീരുമാനങ്ങളെ എങ്ങനെ ബാധിക്കുന്നു, നയപരിപാടികളെ എങ്ങനെ ബാധിക്കുന്നു. ഇപ്പൊ കോൺഗ്രസിന്റെ കമ്മിറ്റിക്ക് പോകുന്നവർ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കമ്മിറ്റിക്ക് പോകുന്നവർ എന്ത് വായിച്ചാണ് അല്ലെങ്കിൽ എന്ത് കണ്ടാണ്, ഏത് പ്രിന്റ് മീഡിയയുടെ ഏത് ദൃശ്യമാധ്യമത്തിന്റെ സ്വാധീനമാണ് അവരുടെ ചർച്ചകളിൽ പ്രകടമാവുന്നത് എന്നും വളരെ കൃത്യമാണ്, വളരെ ക്ലിയർ ആണ്. അതുകൊണ്ട് ഏത് നിരീക്ഷണത്തെ കിട്ടിയാലും ഈ അടുപ്പുകൂട്ടി ചർച്ച നമ്മൾ പറയാറുണ്ട്. 3 പേര് ഇരുന്ന് നടത്തുന്ന ചർച്ച ഏതൊരു ലോക കാഴ്ചയെയും ഏത് ആംഗിളിലാണ് അവതരിപ്പിക്കുന്നത്, അതെങ്ങനെയാണ് മനുഷ്യന്റെ മനസ്സിൽ സ്വാധീനിക്കുന്നത് എന്ന ചോദ്യം വളരെ പ്രധാനമാണ്. അതുകൊണ്ട് ബംഗ്ലാദേശിൽ ഇപ്പോ ജമാഅത്തെ ഇസ്ലാമി ഇല്ല, ശരിയാണ്. ജമാഅത്തെ ഇസ്ലാമി ഭരണത്തിലില്ല എന്ന് ശരിയാണ്. പക്ഷെ ജമാഅത്തെ ഇസ്ലാമി ആരാണ്? ജമാഅത്തെ ഇസ്ലാമിയെ ഉൾപ്പെടെയുള്ള എനിക്ക് തോന്നുന്നത് ഇസ്ലാമിക മൗലികവാദ പ്രസ്ഥാനങ്ങൾക്കെങ്കിലും ചേരാവുന്ന ഏറ്റവും നല്ല പേര് തീർത്തും അവസരവാദികളായ കൂലിത്തല്ലുകാർ എന്നാണ്, ചോറ്റുപട്ടാളക്കാർ എന്നാണ്. യാതൊരു തർക്കവും വേണ്ട. അവര് മാത്രമല്ല, എത്രയോ ഉദാഹരണങ്ങൾ. ഇപ്പൊ ഞാൻ ബിൻ ലാദനെ കുറിച്ച് വളരെ വിസ്തരിച്ച് പഠിക്കാൻ ശ്രമിക്കുകയും ഒരു പുസ്തകം എഴുതുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ബിൻ ലാദൻ ആരാണ്? ബിൻ ലാദന് അമേരിക്കൻ സാമ്രാജ്യത്വമാണ് എല്ലാ പിന്തുണയും കൊടുത്തത്, പരിശീലനം കൊടുത്ത്, ആയുധം കൊടുത്ത്, അർത്ഥം കൊടുത്ത് കയറ്റിവിട്ടതാണ് കാബൂളിലേക്ക്. അന്നൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു, സോവിയറ്റ് യൂണിയനെ തകർക്കണം. സോവിയറ്റ് യൂണിയനെ ലക്ഷ്യം നേടിക്കഴിഞ്ഞപ്പോഴാണ് ഇത് അമ്മയുടെ നെഞ്ചത്തേക്ക് തിരിച്ചു വരുന്ന അവർക്ക് തിരിച്ചറിവുണ്ടായത്. ഇത് ബിൻ ലാദന്റെ മാത്രം കഥയല്ല, എല്ലാവരുടെയും കഥയാണ്. ഇതെല്ലാവരുടെയും കഥയാണ്. ഇപ്പൊ ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്ന കൗതുകം നിറഞ്ഞൊരു കാഴ്ച നിങ്ങൾ കണ്ടോ? ബംഗ്ലാദേശിൽ ഈ കലാപം മുഴുവൻ ഉണ്ടാക്കുന്ന ആരാണ്? കോർപ്പറേറ്റ്സ് ആണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇപ്പൊ സോറസിന്റെ പണം കൊണ്ടാണ്, ഇന്നിപ്പോ ഡീപ് സ്റ്റേറ്റ് എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ ജോർജ് സോറസ്, അലക്സാണ്ടർ സോറസ് എന്നൊക്കെ നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കും. സോറസിന്റെ പണമാണ് ഒന്ന്. 3 കാര്യങ്ങൾക്കാണ് ലോകത്തിലെ കോർപ്പറേറ്റുകൾ ഏറ്റവും കൂടുതൽ കച്ചവടം ചെയ്യുന്നത്. 3 കച്ചവടമാണ് അത്ര ലോകത്തെ ഏറ്റവും തകൃതിയായ കച്ചവടം. കോർപ്പറേറ്റ് വാരിയേഴ്സ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, കൂലിപ്പട്ടാളം. ലോകത്തിലെ സാമ്രാജ്യത്വ ശക്തികൾക്ക് വേണ്ടി 3ാം ലോക രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ യുദ്ധം ചെയ്തിട്ടുള്ളത് ആ രാജ്യത്തിന്റെ ദേശീയവാദികളായ മനുഷ്യന്മാരല്ല, മറിച്ച് ലോകത്തിലെ 3ാം ലോക രാജ്യങ്ങളിൽ നിന്ന് തന്നെ റിക്രൂട്ട് ചെയ്ത് വലിയ ശമ്പളം കൊടുത്ത് പരിശീലനം കൊടുത്ത് കച്ചവടം ചെയ്തിട്ട് ഇത്ര ദിവസം കച്ചവടം ചെയ്താൽ ഇന്ന രാജ്യത്ത് പോയി ചെയ്താൽ ഈ കൂടിയ ശമ്പളം വാഗ്ദാനം ചെയ്യുന്ന കോർപ്പറേറ്റ് വാരിയേഴ്സ് ആണ്. ഒന്ന് പട്ടാള കച്ചവടം, ആയുധ കച്ചവടമാണ്. ഒന്ന് അതാണ്. ആയുധവും പട്ടാളത്തെയും ആയുധ കച്ചവടവും ആ ആയുധം കൊടുത്തിട്ട് കച്ചവടം ചെയ്യുന്ന പട്ടാളക്കാരെയും വിതരണം ചെയ്യുന്നതാണ് ഒന്ന്. രണ്ടാമതൊരു കച്ചവടം കലാപമില്ലാത്ത സമാധാനത്തിന്റെ ഭൂമികയിൽ പോയി കലാപമുണ്ടാക്കാൻ, റിവോൾട്ട് ഉണ്ടാക്കാൻ ഫണ്ടിങ്, അതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് സോറസ്, ഡീപ് സ്റ്റേറ്റ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്നത്. 3ാമതൊരു കച്ചവടം എന്താണെന്നറിയോ? ഇതിനേക്കാൾ ലാഭകരമായ കച്ചവടമാണ്, അത് റീകൺസ്ട്രക്ഷൻ ആണ്. ഞങ്ങള് അറബിയിലൊരു വാക്കുണ്ട്, ഓ മഹിയായ ഓ മമാത്തി എന്ന് പറയും. ജീവിപ്പിക്കുന്നതും ഭവാൻ, അതാണ് നിർമ്മിക്കുന്നതും, ജീവിപ്പിക്കുന്നതും ഭവാൻ, കൊല്ലുന്നതും ഭവാൻ എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്ത് തകർക്കുന്ന, യുദ്ധം ചെയ്താൻ ആളെ കൊടുക്കാൻ ഒരു കമ്പനി, യുദ്ധം ചെയ്യാൻ ആയുധം കൊടുക്കാൻ മറ്റൊരു കമ്പനി, യുദ്ധമുണ്ടാക്കാൻ, കലാപമുണ്ടാക്കാൻ പണം കൊടുക്കാൻ മറ്റൊരു കമ്പനി, അത് കഴിഞ്ഞിട്ട് തകർക്കപ്പെട്ട രാജ്യങ്ങൾ പുനർനിർമ്മിക്കാൻ മറ്റൊരു കമ്പനി. ഇതൊക്കെ ഏറെക്കുറെ ചെന്ന് വീഴുന്നത് ഒരേ പെട്ടിയിൽ തന്നെയാണ് എന്ന് പഴയ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ഡിക് ചെനി എന്നൊരാളുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഈ 4 കമ്പനികളുണ്ട് ഒരേ സമയം. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇത്. ഇപ്പൊ ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമി അല്ലെങ്കിൽ വളരെ തന്ത്രപൂർവ്വം ജമാഅത്തെ ഇസ്ലാമിയുടെ ബുദ്ധി കേന്ദ്രങ്ങൾ കലാപം ഉണ്ടാക്കിയല്ലോ. അവിടെ കലാപം ഉണ്ടാക്കിയത് എന്തിനാണ്? ഇപ്പോ ബഷർ അസദ് 50 കൊല്ലം ഭരിച്ചിട്ടാണ്, ശരിയാണ്, ഏകാധിപത്യം. മുല്ലപ്പൂ വിപ്ലവം നടക്കേണ്ടതായിരുന്നു അവിടെ. 2011 തുടങ്ങിയതാണ്, വിജയിച്ചില്ല. എന്തായിരുന്നു വിജയിക്കാൻ കാരണം? ടുണീഷ്യയിൽ നിന്നാണ് മുല്ലപ്പൂ വിപ്ലവം തുടങ്ങിയത്. ടുണീഷ്യയുടെ ദേശീയ പുഷ്പം ജാസ്മിൻ ആയതുകൊണ്ടാണ് അതിന് ജാസ്മിൻ റവല്യൂഷൻ എന്ന് പേര് വന്നത്. ലോകത്തിലെ 10-11 രാജ്യങ്ങളിലേക്ക് അത് പടർന്നല്ലോ. പലയിടത്തും എങ്ങനെ തകർത്തത്? അവിടുത്തെ തൊഴിലില്ലായ്മയ്ക്കും ഏകാധിപത്യത്തിനെതിരായി നടന്ന കലാപങ്ങളെ കൃത്യസമയത്ത് മതം ഇടപെട്ടു. മതത്തിന്റെ പേരിൽ, മതം അല്ലാത്തടത്ത് വംശീയതയുടെ പേരിൽ, ഒന്നുകിൽ റേസിസം അല്ലെങ്കിൽ വിശ്വാസം, ഇത് ഇടപെട്ടിട്ടാണ് അത് കലക്കി കളഞ്ഞത്. പലയിടത്തും അങ്ങനെ, ഈജിപ്തിൽ അങ്ങനെയായിരുന്നു, പലയിടത്തും അങ്ങനെ നടന്നിട്ടുണ്ട്. പക്ഷെ അവിടെ അന്ന് സിറിയയിൽ എങ്ങനെ തകർത്തത്? സിറിയയിൽ തകർത്തത് ഷിയ ഭരണാധികാരിയായ
ബഷർ അസാദിനെ സംരക്ഷിക്കാൻ ഇറാൻ ഉൾപ്പെടെയുള്ള ഭരണകൂടം വന്നു, ഇറാൻ ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങൾ വന്നു എന്ന് മാത്രമല്ല റഷ്യയുടെ പിന്തുണയും കിട്ടി. അങ്ങനെ രണ്ട് വിദേശ രാജ്യങ്ങളുടെ പിന്തുണയോടെ ആണ് ബഷാർ അസാദിനെ ഇത്രയും കാലം നിർത്തിയത്. 50 കൊല്ലത്തെ ഏകാധിപത്യത്തിനെതിരായി നടന്ന കലാപമാണ് ഇപ്പോൾ സിറിയയിൽ നടന്നതെന്ന് പറയാം. എന്നാലോ ബംഗ്ലാദേശിൽ അതാണോ? അല്ലല്ലോ. ബംഗ്ലാദേശ് മോശമല്ലാതെ ഭരിച്ചിട്ടുണ്ട് അദ്ദേഹം. എനിക്ക് തോന്നുന്നു ഹസീന 20 കൊല്ലമാണ് ആകെ ഭരിച്ചത്. ആദ്യത്തെ 5 കൊല്ലം പിന്നെ 15 കൊല്ലം, 20 കൊല്ലം ഭരിച്ചിട്ടുള്ളൂ. അത്ര മോശമായ ഭരണമായിരുന്നല്ലേ സാറ് പറഞ്ഞല്ലോ ഇവിടെ. ജയപ്രകാശ് സാർ എത്ര കൃത്യമാണ്. HDS ഇന്ത്യയെക്കാളും കൂടുതലാണ് അവർക്ക്. ഇന്ത്യയേക്കാൾ നമ്മളിപ്പോ എത്ര അവകാശവാദപ്പെട്ടാലും ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ HDI എന്ന് പറയുന്ന ഇൻഡെക്സ് ഉണ്ടല്ലോ, ഒരു രാജ്യത്തിന്റെ പുരോഗതി കണക്കാക്കുന്ന ഇൻഡെക്സ്, ഷെയ്ഖ് ഹസീന ഭരിക്കുമ്പോൾ ഇന്ത്യയേക്കാൾ മുന്നിലാണ് അവര്. ഒട്ടും മോശമായി ഭരിച്ചവരല്ല. പിന്നെ ഈ പറഞ്ഞ സെക്യുലറിസം എന്നൊക്കെ പറയുന്ന വാക്ക് ഏതാണ്ട് ഒരേ കാലത്ത് 77 അടിയന്തരാവസ്ഥ കാലത്ത് നമ്മൾ സെക്യുലറിസം ചേർക്കുകയാണ് ചെയ്തത്. അവരേതാണ്ട് അതേ കാലത്ത് എടുത്തു കളയാണ് ചെയ്തത്. പിന്നീട് ഇവരുടെയൊക്കെ അവാമി ലീഗിന്റെയും ഷെയ്ഖ് ഹസീനയുടെയും ഒക്കെ മുൻകൈയിൽ അത് പുനഃസ്ഥാപിക്കുകയാണ് ചെയ്തത്. ഈ ഒരു കാര്യത്തിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം ഇതാണ്. ഇപ്പൊ നടന്നൊരു കാര്യം എന്താണെന്നറിയോ? അവിടെ വിപ്ലവം ഉണ്ടാക്കിയത് ആരാണ്? മുഹമ്മദ് യൂനുസ്. ഞാൻ വിശദീകരിക്കുന്നില്ല, സാർ അവിടെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. മുഹമ്മദ് യൂനുസ് അമേരിക്കൻ ഏജന്റാണ്. സോറസ് ആരാണ്? അമേരിക്കൻ പണം ആണ്. ആരാണ് ആയുധം കൊടുത്തിട്ടുണ്ടാവുക? ആരാണ് കലാപം ഉണ്ടാക്കിയിട്ടുണ്ടാവുക? വളരെ കൃത്യമാണ്. അമേരിക്കൻ കലാപമാണ് അവിടെ നടന്നത് എന്ന കാര്യത്തിൽ ഒരു തർക്കവും ഇപ്പൊ അവർക്കുമില്ല, ബംഗ്ലാദേശിനുമില്ല, നമുക്കുമില്ല. പക്ഷേ കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ നടന്ന വലിയ അട്ടിമറി പ്രവർത്തനം നിങ്ങൾ കണ്ടോ? വിപ്ലവം നടന്നു കഴിഞ്ഞാൽ അടുത്ത യജമാനെ തേടി പോയിരിക്കുന്നു ബംഗ്ലാദേശിലെ തീവ്രവാദികൾ. അതാണ് ആരുടെ കൂലിത്തല്ലുകാർ. യജമാനെ മാറ്റാൻ ഇവർക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഇപ്പോ ഇക്കഴിഞ്ഞ ആഴ്ച തിരക്കിട്ട് അമേരിക്കയിലെ യൂനുസും കൂട്ടരും, മുഹമ്മദ് യൂനുസും കൂട്ടരും ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ, BNPയുടെ ഖാലിദ സിയയുടെ ഒക്കെ നേതൃത്വത്തിൽ തിരക്കിട്ട് നടക്കുന്ന ആലോചനകൾ ആരുമായിട്ടാണ്? ചൈനീസ് നേതാക്കന്മാരുമായിട്ടാണ്. ആലോചിച്ച് നോക്കൂ, എത്ര പെട്ടെന്നാണ് ശത്രുക്കളായ പരമവിരുദ്ധ ശക്തികൾ എന്ന് നമ്മൾ വിചാരിക്കുന്ന ശത്രുപക്ഷത്തേക്ക് മാറാൻ യാതൊരു മടിയും ഇല്ലാത്ത കൂലിത്തല്ലുകാരെ കുറിച്ചാണ് ഇസ്ലാമിക തീവ്രവാദം എന്ന് വിളിക്കേണ്ടത്. ഇതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം തിരിച്ചറിയാൻ നമുക്ക് പറ്റേണ്ടതുണ്ട്. ഇതിനിടയിൽ ഇന്ത്യ എന്ത് നിലപാട് സ്വീകരിക്കണം എന്നത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്ത്യയുടെ നിലപാട് വളരെ നിർണായകമാണ്. ഇന്ത്യ ഷെയ്ഖ് ഹസീനയെ രക്ഷിച്ചു, ഇന്ത്യ ബംഗ്ലാദേശിനെ ഉണ്ടാക്കി. 17,000 ഇന്ത്യക്കാരെയല്ലേ നമ്മൾ കുരുതി കൊടുത്തത്? ഇന്ത്യൻ പട്ടാളക്കാരെയാണ് കുരുതി കൊടുത്തത്. അതുകൊണ്ട് നമ്മുടെ സൃഷ്ടിയാണ് ബംഗ്ലാദേശ്. നമ്മുടെ കുഞ്ഞിനെ നമ്മൾ തന്നെ വകവരുത്തേണ്ടി വരും. എനിക്ക് തോന്നുന്നു ജയപ്രകാശ് സാറിന്റെ ഏതാണ്ട് നിഗമനം അങ്ങോട്ടാണ് ചെന്ന് നിൽക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. ഈ അക്കാഡമിഷ്യന്മാർക്ക് ചില പരിമിതികളുണ്ട്, അവർ അവസാനത്തെ വാക്യം പറയില്ല, നമ്മൾ പറയേണ്ടി വരും. അതുകൊണ്ട് എന്താണ് ഇപ്പൊ ബംഗ്ലാദേശിന്റെ സ്ഥിതി? ബംഗ്ലാദേശിനോട് ഞാൻ ആരോടാണ് ഉപമിക്കാന്നറിയോ? ബംഗ്ലാദേശ് ഇപ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരക്കാലത്തെ അല്ലെങ്കിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യകാലത്തെ ഞാൻ ബംഗ്ലാദേശിനെ ഉപമിക്കുന്നത് ഇന്ത്യക്കകത്തുണ്ടായിരുന്ന ഒരു ഹൈദരാബാദിനോടാണ്. എന്താ കാര്യം എന്ന് വെച്ചാൽ 2 കാര്യങ്ങളാണ്. ഒന്ന്, ഇപ്പോ അഗർത്തലയിൽ നിന്ന്, ഇപ്പൊ ത്രിപുരയിൽ ഞങ്ങളൊക്കെ പോയപ്പോ ത്രിപുരയിലെ തലസ്ഥാനമായ അഗർത്തലയിൽ നിന്ന് നമ്മുടെ തന്നെ മറ്റൊരു സംസ്ഥാനമായ പശ്ചിമ ബംഗാളിന്റെ തലസ്ഥാനമായ കൊൽക്കത്തയിലേക്ക്, ചരിത്രപ്രസിദ്ധമായ കൊൽക്കത്തയിലേക്ക് ബസ് കയറിയാൽ ആ ബസ് ഓടുന്നത് മണിക്കൂറുകളോളം ബംഗ്ലാദേശിനകത്തൂടെയാണ്. നമ്മുടെ നാടിനകത്ത് അല്ലെങ്കിൽ ബംഗ്ലാദേശ് ഒരു ശത്രുരാജ്യമായി മാറിയാൽ ആ ശത്രുരാജ്യം ഇന്ത്യക്കകത്തെ ഒരു ശത്രുരാജ്യമായി മാറുന്നു എന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. മാത്രമല്ല ഇത് എല്ലായിടത്തും ഉണ്ട്. ഷിലോങ്ങിൽ നിന്ന്, ഇപ്പോ മേഘാലയയിൽ നിന്ന് ബസ് കയറിയിട്ട് ബീഹാറിൽ എത്തണമെങ്കിൽ അത് വേണം. എന്ന് പറഞ്ഞാൽ നമ്മുടെ 5-6 സംസ്ഥാനങ്ങളെങ്കിലും ബംഗ്ലാദേശ് കടന്നു കഴിഞ്ഞിട്ട് അപ്പുറത്താണ്. അതാണ് ബംഗ്ലാദേശിന്റെ അപകടം. ബംഗ്ലാദേശ് ഇന്ത്യാവിരുദ്ധ ശക്തിയായി മാറുമോ? മാറുകയില്ല എന്ന് നമ്മൾ വിചാരിച്ചിരുന്നു. എപ്പോഴാണത്? ഷെയ്ഖ് ഹസീന ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഷെയ്ഖ് ഹസീനക്ക് നമ്മൾ അഭയം കൊടുത്തതും ആ അവസ്ഥയിലാണ്. പക്ഷെ ഷെയ്ഖ് ഹസീന ആരാണ്? ഷെയ്ഖ് ഹസീനയെ കുറിച്ചും സൂക്ഷ്മമായ ചില വിലയിരുത്തലുകൾ നടക്കേണ്ടതുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഷെയ്ഖ് ഹസീന ആരുടെ പിന്തുണയിലാണ് ഇത്രയും കാലം പിടിച്ചു നിന്നത്? ഷെയ്ഖ് ഹസീന സ്വന്തം കഴിവും ആത്മാർത്ഥതയും ഒക്കെ കാണിച്ചിട്ടുണ്ട്, യാതൊരു തർക്കവുമില്ല. അദ്ദേഹം അവർ കാണിച്ച തെറ്റ് ഇപ്പോൾ അവാമി ലീഗിന്റെ അനുയായികൾക്ക് അല്ലെങ്കിൽ അവരുടെ മക്കൾക്കും മക്കളുടെ മക്കൾക്കും ഒക്കെ ലോകാവസാനം വരെ അവിടെ 30% സംവരണം കൊടുത്തിരുന്നതൊക്കെ തെറ്റാണ്. അവർ തന്നെ എടുത്തു കളഞ്ഞതാണ്. കോടതി പിന്നെയും അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ അതിനെതിരായ അപ്പീലൊക്കെ പോകാൻ സമയം കൊടുക്കാതെ അവിടെ കലാപം നടന്നത്. അത് അമേരിക്കയുടെ അജണ്ടയായിരുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷെ ഇപ്പോഴത്തെ ഒരു പ്രശ്നം ഷെയ്ഖ് ഹസീന നിവൃത്തികേട് കൊണ്ടായിരിക്കാം, ഷെയ്ഖ് ഹസീന അതിജീവനത്തിന്റെ പാതയിലായിരുന്നിരിക്കാം, ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശിനെ ഏതാണ്ട് ചൈനക്ക് പണയപ്പെടുത്തിയിരുന്നില്ലേ എന്ന് ചിന്തിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ചൈനയിലെ തെക്കേ അറ്റത്ത്, ചൈനയുടെ തെക്കേ അറ്റത്ത് ഒരു വാല് പോലെ കിടക്കുന്നുണ്ടല്ലോ. ആ വാലിന്റെ കവാടത്തിൽ ഒരു തുറമുഖത്തിന്റെ പണി പൂർണ്ണമായും ആരാണ് ചെയ്യുന്നത്? ചൈനയാണ്. എന്നാലോചിച്ചു, കോക്സ് ബസാർ എന്നാണ് അതിന്റെ പേര്. കോക്സ് ബസാർ തുറമുഖം ചൈനയുടേതാണ്. ചൈനയുടെ വലിയ താവളം ഷെയ്ഖ് ഹസീനയുടെ തന്നെ ചെലവിൽ ബംഗ്ലാദേശിൽ ശക്തിപ്പെട്ടു വരുന്ന സമയത്താണ് ബംഗ്ലാദേശിനു മേൽ അമേരിക്കൻ കണ്ണ് വീഴുന്നത്.
ഈ 2024 ജനുവരിയിലെ തെരഞ്ഞെടുപ്പിൽ ഷെയ്ഖ് ഹസീന തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ തെരഞ്ഞെടുപ്പിൽ ലോകത്തിലെ ഏറ്റവും വലിയൊരു രാജ്യം എന്നോട് വന്ന് പറഞ്ഞു, ഇന്ത്യയുടെ അതിർത്തി പ്രദേശത്തെ 5-6 ക്രിസ്ത്യൻ ഭൂരിപക്ഷ സംസ്ഥാനങ്ങൾ കൂടി ചേർത്ത് ഒരു ക്രിസ്തു രാജ്യത്തിന്റെ സാധ്യതകൾ അങ്ങ് തള്ളിക്കളയരുത് മാഡം. അങ്ങ് അത്തരമൊരു ചിന്തയിലേക്ക് മനസ്സ് വായിക്കുമെങ്കിൽ അല്ലെങ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യുമെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിന് മാത്രമല്ല ഇവിടുന്ന് അങ്ങോട്ട് ബംഗ്ലാദേശിന്റെ എല്ലാ ചെലവും ഞങ്ങൾ വഹിച്ചോളാം എന്ന് പറഞ്ഞ ഒരു വിദേശ രാജ്യം എന്നേ പറഞ്ഞുള്ളൂ. ആരാണെന്ന് കൃത്യമാണല്ലോ, വ്യക്തമാണല്ലോ. ഓർക്കേണ്ട കാര്യമാണ്. എപ്പോഴാണ് പിന്നെ അമേരിക്കയുടെ ചെലവിൽ ഇങ്ങനെ ഒരു വിപ്ലവം? അത് പറഞ്ഞു ഷെയ്ഖ് ഹസീന സ്വീകരിച്ചില്ല. കാരണം ഷെയ്ഖ് ഹസീന സ്വീകരിക്കാതിരുന്നത് അവരുടെ വലിയ രാഷ്ട്ര ബോധ്യം കൊണ്ടും ദേശസ്നേഹം കൊണ്ടുമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അവർക്ക് മറുപുറത്ത് കമ്മിറ്റ്മെന്റ് ഉണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ. അവർ സ്വീകരിച്ചില്ല. പക്ഷെ അവരെ അട്ടിയോടിച്ചതിന് ശേഷം അമേരിക്കൻ സഹായത്തോടു കൂടി ഒരു വിപ്ലവം, ഒരു കലാപം അവിടെ അട്ടിമറി നടന്നു കഴിഞ്ഞപ്പോൾ അതേ ഭരണകൂടം, അമേരിക്കയുടെ ചെലവിൽ കലാപം ഉണ്ടാക്കിയ അതേ ശക്തികൾ ഇന്ന് ചൈനയോട് കൂടിയാലോചനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ചൈനീസ് പിന്തുണയോടെ ഒരു ബംഗ്ലാദേശ് ഇന്ത്യക്കകത്ത് ഒരു ശത്രു രാജ്യം രൂപപ്പെട്ടാൽ അത് ആരുടേതാണ്? ആർക്കായിരിക്കും വിപത്ത് വരിക എന്ന് ആലോചിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്. നമുക്ക് കൂട്ടത്തിൽ ഞാനൊരു കാര്യം കൂടി പറയട്ടെ. നേരത്തെ ഓർക്കേണ്ട ഒരു കാര്യം ഇവിടെ എല്ലാവരും പറഞ്ഞതിൽ അതുണ്ട്. എങ്ങനെയാണ് ആരാണ് മണിപ്പൂർ കലാപം ഉണ്ടാക്കുന്നത്? നേരത്തെ ചോദിച്ച ചോദ്യം വളരെ പ്രധാനമാണല്ലോ. എന്തുകൊണ്ടാണ് മിസോറാം മണിപ്പൂരിനെതിരായി സംസാരിക്കുന്നത്? ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഈ 5-6 ക്രിസ്ത്യൻ ഭൂരിപക്ഷ രാജ്യങ്ങൾ, ഒരു ബോധ്യം ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, നമുക്കത് വേണ്ടത്ര ശ്രദ്ധയോടെ കേട്ടാലും കേട്ടില്ലെങ്കിലും ഒരു ബോധ്യം ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. അത് വേറൊന്നുമല്ല, ഇസ്ലാമിന്റെ അടുക്കളയിലൂടെ മാത്രമാണ് മതരാഷ്ട്രം വരുന്നത് എന്ന് മാത്രം നമ്മൾ ധരിക്കാതിരിക്കുക. അത് വരാൻ വേറെയും ഭൂമിയിൽ ആളുകളുണ്ട്. ഫാസിസം എന്ന് ഞങ്ങളൊക്കെ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ഞങ്ങളൊക്കെ പഠിപ്പിക്കുന്ന ആദ്യത്തെ ഉദാഹരണം ഹിറ്റ്ലറുടെ പേരാണ്. ഹിറ്റ്ലർ ആരാണ് എന്ന് ചോദിച്ചാൽ നാളെ രാവിലെ 11 മണി കഴിഞ്ഞ് 20 മിനിറ്റ് ഉള്ളപ്പോൾ ക്രിസ്തു രാജ്യമായി ജർമ്മനി മാറുമെന്ന് പ്രഖ്യാപിച്ച ഭരണാധികാരി അക്കാലത്തെ ഏറ്റവും വലിയ കത്തോലിക്ക ക്രിസ്ത്യാനിയായിരുന്നു എന്നുകൂടി ഓർക്കുന്നത് നല്ലതാണ്. ഇതൊക്കെ ഈ മതതീവ്രവാദം എന്ന് പറയുന്നത് എല്ലാവർക്കും ബാധകമാണ്. അത് വരാനുള്ള വഴികൾ പലതാണ്. ഇന്ത്യയുടെ ബഹുസ്വരതയുടെ ഭാഗമായി അത്തരം സാധ്യതകൾ പലതാണ് എന്ന് കൂടി ഓർക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഇതാണ് ഞാൻ അതിനോട് ചേർത്ത് പറയുന്ന ഒരു ഒറ്റ കാര്യം. അവസാനമായി ഒരു കാര്യം കൂടി കൃത്യമായിട്ട് നമ്മൾ ചൂണ്ടിക്കാണിക്കേണ്ടതുണ്ട്. അത് കോർപ്പറേറ്റുകൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ പുതിയ ലോകത്തെ കോർപ്പറേറ്റുകൾ അല്ലെങ്കിൽ പുതിയ ലോകത്തെ സാമ്രാജ്യത്വം ഏതാണ്? പുതിയ ലോകത്തെ സാമ്രാജ്യത്വം തീർച്ചയായിട്ടും മൂലധന സാമ്രാജ്യത്വമാണ്. നേർക്കുനേരെ ആർക്കും വേണ്ടാന്നേ. ഇന്ത്യ എന്ന് പറയുന്ന ഒരു വലിയ കോളനിയെ പോറ്റാനൊന്നും ആർക്കും താല്പര്യമില്ല. ഇവർക്കൊക്കെ താല്പര്യമുള്ളത് ഇന്ത്യയുടെ മൂലധനം. നേരത്തെ സജീവ് വക്കീല് വളരെ മനോഹരമായ ഒരു പ്രസ്താവന, ഞങ്ങളെയൊക്കെ കണ്ണു തള്ളിച്ച പ്രസ്താവനയാണ്. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് മീതെ ഒരു WTO ഭരണഘടന ഉണ്ട് എന്നുള്ളത്. അതിന് മേലെ US ആലോചിച്ച് നോക്കൂ. ഇന്ത്യൻ ഭരണഘടനയുടെ മീതെ WTO ഭരണഘടന, അതിനു മീതെ US-ന്റെ ഭരണഘടന. ഇങ്ങനെ ഒരു ത്രിഭരണഘടനാ സംവിധാനത്തിന്റെ ഇരകളായി അടിമകളായി തീരാൻ പോകുന്ന ഒരു ഭരണകൂടത്തെക്കുറിച്ചാണ് ബംഗ്ലാദേശിനെ മുൻനിർത്തി നമ്മൾ ആലോചിക്കുന്നത്. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. ഇത് സംഭവിക്കാൻ പോയാൽ എന്ത് സംഭവിക്കും എന്നാണ് ആലോചിക്കേണ്ടത്. 2 പ്രധാനപ്പെട്ട ആലോചനകൾ നടക്കുന്നുണ്ട്. 2 സൂചനകളാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ കോക്സ് ബസാറിനെതിരായിട്ട് അമേരിക്കയുടെ ഡിമാൻഡ് എന്താണെന്ന് അറിയാം, കൊടുത്തു കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അമേരിക്ക സെന്റ് മാർട്ടിൻ ഐലൻഡിൽ അവർക്കൊരു താവളം വേണം. സെന്റ് മാർട്ടിൻ ഐലൻഡ് എന്ന് പറയുന്നത് ബംഗ്ലാദേശിന്റെ തെക്കേ അറ്റത്തെ വാലിന്റെ കവാടത്തിലാണ് കോക്സ് ബസാർ എങ്കിൽ, അതാണ് ചൈനയുടെ ആസ്ഥാനമെങ്കിൽ, ആ വാലിന്റെ തെക്കേ അറ്റത്തിനോട് ചേർന്നുള്ളൊരു കൊച്ചു ദ്വീപാണ് സെന്റ് മാർട്ടിൻ ഐലൻഡ്. സെന്റ് മാർട്ടിൻ ഐലൻഡ് അമേരിക്കയ്ക്ക് വേണം. സെന്റ് മാർട്ടിൻ ഐലൻഡിൽ ഒരു അമേരിക്കൻ താവളവും കോക്സ് ബസാറിൽ ഒരു ചൈനീസ് താവളവും വന്നാൽ ആ താവളം ബംഗ്ലാദേശ് എന്ന കൊച്ചു രാജ്യത്തിനെതിരായുള്ള താവളമാണ് എന്ന അന്ധവിശ്വാസം നമ്മെ നയിക്കാതിരിക്കട്ടെ. അത് ലോകത്തിലെ ഏറ്റവും ശക്തമായ രാജ്യം ആയി വളർന്നുകൊണ്ടിരിക്കുന്ന ഇന്ത്യ എന്ന രാജ്യത്തിന്റെ സമാധാനവും ഉറക്കവും കെടുത്തുന്ന ഒരു വലിയ മാരകമായ വിപത്തായി തീരും എന്നുകൂടി കാണാനും കേൾക്കാനും അത് മനസ്സിലാക്കാനും അതുവഴി ഇന്ത്യയുടെ തകരാൻ പോകുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളെക്കുറിച്ച് ആലോചിക്കാനും ഈ ദിനം നമ്മെ പ്രേരിപ്പിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി അഭിവാദ്യങ്ങൾ നേരുന്നു. നമസ്കാരം. ഇന്നത്തെ ഈ ചിന്താ സായാഹ്നം അവസാനിക്കുകയാണ്. ഈ പരിപാടിയിൽ കൃതജ്ഞത അർപ്പിച്ച് സംസാരിക്കാൻ വേണ്ടി ശ്രീ PT ശ്രീലേഷ് അവർകളെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ബംഗ്ലാദേശിലെ മതന്യൂനപക്ഷങ്ങൾക്ക് നേരെ നടക്കുന്ന മനുഷ്യത്വരഹിതമായ അക്രമങ്ങളെക്കുറിച്ചും വംശഹത്യകളെക്കുറിച്ചുമൊക്കെയുള്ള വിശദമായ ചർച്ചകളാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഐക്യദാർഢ്യ സമിതിയുടെ നേതൃത്വത്തിൽ ഇനിയും ഇത്തരത്തിലുള്ള ഒരുപാട് പരിപാടി
നേതൃത്വത്തിൽ ആരംഭിച്ച വിമോചന പോരാട്ടം വിജയം കണ്ടത്. ആ സംഭവം സൂചിപ്പിക്കുന്നത് എന്താണ്? മതത്തിന് ഒരു ജനതയെ ഒന്നിച്ചു നിർത്താൻ കഴിയില്ല എന്ന്. ഇസ്ലാം മതത്തിന്റെ പേരിൽ 1947 പാകിസ്ഥാൻ നിലവിൽ വന്നു. പക്ഷേ 24 വർഷം പിന്നിടുമ്പോൾ അത് രണ്ടായി മാറി. അതിന് കാരണം എന്തായിരുന്നു? കിഴക്കൻ പാകിസ്ഥാനിലെ, ഇപ്പോഴത്തെ ബംഗ്ലാദേശിലെ മുസ്ലിങ്ങൾ പറഞ്ഞത് പടിഞ്ഞാറൻ പാകിസ്ഥാന്റെ മേധാവിത്വം തങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെടുന്നു എന്നാണ്. പടിഞ്ഞാറൻ പാകിസ്ഥാന്റെ മേധാവിത്വം എന്ന് പറയുന്നത് അവർക്ക് അവരുടെ ഭാഷയെയും അവരുടെ മതപരമായ വീക്ഷണങ്ങളെയും അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രത്യേക സംസ്കാരമുണ്ടായിരുന്നു. ഇപ്പുറത്ത് കിഴക്കൻ പാകിസ്ഥാനിൽ ഉണ്ടായിരുന്നത് ബംഗാളി ഭാഷയെ അടിസ്ഥാനമാക്കിയുള്ള സംസ്കാരമാണ്. ബംഗാളി ഭാഷയെ അടിസ്ഥാനമാക്കിയുള്ള സംസ്കാരവും പാകിസ്ഥാനിലെ ഉറുദു ഭാഷയെ അടിസ്ഥാനമാക്കിയുള്ള സംസ്കാരവും തമ്മിലുള്ള ഏറ്റുമുട്ടലിന്റെ ഫലമായിട്ടാണ് 1971 പാകിസ്ഥാൻ എന്ന മുസ്ലിം രാഷ്ട്രം രണ്ടായി വിഭജിക്കപ്പെട്ടത്. പാകിസ്ഥാൻ നിലവിൽ വന്നത് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് പാകിസ്ഥാൻ എന്ന പേരിലാണ്. എന്നാൽ ബംഗ്ലാദേശ് നിലവിൽ വന്നത് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ബംഗ്ലാദേശ് എന്ന പേരിലാണ്. കാരണം ഷെയ്ഖ് മുജീബ് റഹ്മാൻ ഒരു മതപക്ഷവാദിയായിരുന്നില്ല, അദ്ദേഹം മതേതരവാദിയായിരുന്നു. അദ്ദേഹം ബംഗ്ലാദേശീയവാദിയായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയത്തെ പലരും വിശേഷിപ്പിക്കുന്നത് മുജീബിസം എന്നാണ്. നമ്മളൊക്കെ ഇസ്ലാമിസത്തെക്കുറിച്ച് ഇപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ. ഇസ്ലാമിസം എന്ന വാക്ക് ഒരു പക്ഷേ മുജീബ് റഹ്മാൻ ജീവിച്ചിരുന്ന കാലത്ത് അത്ര ഭാഷയിൽ ഇടം നേടിയിരുന്നില്ല. അതെന്തായാലും ശരി, ഷെയ്ഖ് മുജീബ് റഹ്മാൻ ഇസ്ലാമിസത്തിൻ്റെ പക്ഷത്ത് നിന്ന ആളല്ല, അദ്ദേഹം സെക്യുലറിസത്തിൻ്റെ പക്ഷത്ത് നിന്ന ആളാണ്. ഇതാണ് വ്യക്തമായി മനസ്സിലാക്കേണ്ട കാര്യം. പിന്നീട് അവിടെ പല പ്രശ്നങ്ങളും ഉണ്ടായി, അതൊക്കെ വേറെ കാര്യങ്ങളുമാണ്. പക്ഷേ ബംഗ്ലാദേശിന്റെ രാഷ്ട്രപിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സാക്ഷാൽ ഷെയ്ഖ് മുജീബ് റഹ്മാൻ ഒരു സെക്യുലറിസ്റ്റ് ആയിരുന്നു, മതേതരവാദിയായിരുന്നു. എവിടെ മതേതരവാദം തളരുകയോ തകരുകയോ ചെയ്യുന്നുവോ അവിടെ രംഗം കൈയടക്കുന്നത് മതപക്ഷവാദികളും മതതീവ്രവാദികളുമാണ്. അതിന് ഒട്ടേറെ ഉദാഹരണങ്ങൾ നമ്മുടെ സമീപകാല ചരിത്രത്തിലുണ്ട്. ഒരു ഉദാഹരണം ഞാൻ പറയാം. 1979 ഇറാനിൽ ഇസ്ലാമിക വിപ്ലവം എന്ന് കൊട്ടിഘോഷിക്കപ്പെട്ട ഒരു റവല്യൂഷൻ നടന്നു, കലാപം നടന്നു. അതിൻ്റെ നേതൃസ്ഥാനത്തുണ്ടായിരുന്നത് ഷിയ മുസ്ലിം പുരോഹിതനായ ആയത്തുള്ള റൂഹുള്ള ഖൊമേനിയായിരുന്നു. അതുവരെ, ഈ വിപ്ലവം നടക്കുന്നതുവരെ, 1979 ആയത്തുള്ള ഖൊമേനിയുടെ നേതൃത്വത്തിലുള്ള വിപ്ലവം നടക്കുന്നത് വരെ ഇറാനിൽ ഭരണം നടത്തിയിരുന്നത് ഷാ പഹ്ലവി എന്ന രാജാവാണ്. പക്ഷേ ഷാ പഹ്ലവി രാജാവാണ്, അദ്ദേഹം ഏകാധിപതിയാണ്. പക്ഷേ ഷാ പഹ്ലവി എന്ന ആ രാജാവ് മതേതരവാദിയായിരുന്നു. 1979 ആയത്തുള്ള ഖൊമേനിയുടെ നേതൃത്വത്തിൽ ഇസ്ലാമിക വിപ്ലവം നടക്കുന്നത് വരെ, ഈ പഹ്ലവി രാജഭരണത്തിൻ്റെ കാലത്ത് ഇറാനിൽ നിലനിന്നത് മതേതര ഏകാധിപത്യമാണ്. വേണമെങ്കിൽ സെക്യുലർ ഡിക്റ്റേറ്റർഷിപ്പ് എന്ന് നമുക്ക് ഇംഗ്ലീഷിൽ പറയാം. കാരണം ഷാ പഹ്ലവി ഏകാധിപതിയായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഏകാധിപത്യം മതേതരമായ ഏകാധിപത്യമാണ്. പിന്നീട് അവിടെ നിലവിൽ വന്നത്, ആയത്തുള്ള ഖൊമേനി വന്നപ്പോൾ നിലവിൽ വന്നത് മതപരമായ ഏകാധിപത്യം, റിലീജിയസ് ഡിക്റ്റേറ്റർഷിപ്പ് വന്നു. ഷിയ മുസ്ലിങ്ങളുടെ ഡിക്റ്റേറ്റർഷിപ്പ് വന്നു ഇറാനിൽ. എന്താണ് സംഭവിച്ചത്? ഷാ പഹ്ലവി എന്ന രാജാവ്, മതേതരവാദിയായിരുന്ന രാജാവ് ഇറാൻ ഭരിച്ചിരുന്ന കാലത്ത് അവിടെ മനുഷ്യാവകാശ ലംഘനങ്ങൾ തീർച്ചയായിട്ടും നടന്നിട്ടുണ്ട്, ഇല്ല എന്നൊന്നും ആരും വാദിക്കില്ല. പക്ഷെ മതം നോക്കി
അവിടെ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടത്തപ്പെട്ടിരുന്നില്ല. അദ്ദേഹം തന്നെ എതിർത്ത ആൾക്കാരൊക്കെ തീർച്ചയായിട്ടും ജയിലിലടക്കുകയും ദ്രോഹിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഷാ പൗലവി. പക്ഷെ ആയത്തുള്ള ഖൊമേനി വന്നതിന് ശേഷം അദ്ദേഹം ചെയ്തത് എന്താണ്? അദ്ദേഹം തൻ്റെ മതത്തിന് പുറത്ത് നിൽക്കുന്നവരെയും തൻ്റെ മതം മുന്നോട്ട് വെക്കുന്ന ചിന്താ പദ്ധതിക്കെതിരായിട്ടുള്ള ചിന്താ പദ്ധതികൾ പിന്തുടരുന്നവരെയും വേട്ടയാടി. കമ്മ്യൂണിസ്റ്റുകാർ, ഇറാനിലെ തൂതേ പാർട്ടി എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഖൊമേനിയുടെ നേതൃത്വത്തിൽ നടന്ന വിപ്ലവത്തിന് അനുകൂലമായിട്ട് നിന്ന പാർട്ടിയാണ്. കാരണം അദ്ദേഹം ആ പാർട്ടിയും ഷാ പൗലവിയുടെ ദുർഭരണത്തിന് ഏകാധിപത്യത്തിനെതിരായിരുന്നു. അതുകൊണ്ട് അവർ വിചാരിച്ചു ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ വിപ്ലവം നടന്നാൽ ഇവിടെ ജനാധിപത്യം പുലരുമെന്ന്. ജനാധിപത്യം പുലർന്നില്ല എന്ന് മാത്രമല്ല, വിപ്ലവ സമയത്ത് തന്നെ സഹായിച്ച തൂതേ പാർട്ടിക്കാരായ കമ്മ്യൂണിസ്റ്റുകാർ ഉൾപ്പെടെയുള്ളവരെ കൊല്ലുകയോ ജയിലിലടക്കുകയോ ചെയ്തു. ഷിയ ഭൂരിപക്ഷ രാജ്യമാണ് ഇറാൻ. അവിടുത്തെ ന്യൂനപക്ഷം ആരാ? ഇറാനിലെ ജനസംഖ്യയിൽ ഏതാണ്ട് 90% ഷിയ മുസ്ലിങ്ങളാണ്. അവിടുത്തെ ന്യൂനപക്ഷം എന്ന് പറയുന്നത് സുന്നി മുസ്ലിങ്ങളാണ്. ആയത്തുള്ള ഖൊമൈനി വേട്ടയാടിയത് അവിടെ ഹിന്ദുക്കളില്ല, അവിടുത്തെ സുന്നി മുസ്ലിങ്ങളെയാണ്. കാര്യമായി വേട്ടയാടിയത് സുന്നി മുസ്ലിങ്ങളെയാണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, സൽമാൻ റുഷ്ദിയുടെ നോവൽ വന്നു സെറ്റാനിക് വേഴ്സസ്. അത് വരുന്നത് 1988-ലാണ്. 1989-ലാണ് ഈ ആയത്തുള്ള ഖൊമൈനി അന്തരിക്കുന്നത്. അതിന് ഒരു വർഷം മുമ്പ് സെറ്റാനിക് വേഴ്സസ് വന്നപ്പോൾ, മുസ്ലിമായ സൽമാൻ റുഷ്ദി എഴുതിയ സെറ്റാനിക് വേഴ്സസ് പ്രസിദ്ധീകരിക്കപ്പെട്ടപ്പോൾ, മുസ്ലിമായ സൽമാൻ റുഷ്ദിയെ കണ്ടയിടത്ത് വെച്ച് കൊല്ലാൻ അദ്ദേഹം തൻ്റെ അനുയായികളെ ആഹ്വാനം ചെയ്തു. വൻ പ്രതിഫലം വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. കൂട്ടത്തിൽ സൽമാൻ റുഷ്ദി മുസ്ലിമായിരുന്നു എന്ന് ഓർക്കണം. അപ്പോൾ മതപരമായ ഐക്യം എന്ന് പറയുന്നത് നമ്മൾ ഈ കാണുന്ന പോലെ എവിടെയുമില്ല. രണ്ടാമത്തെ ഉദാഹരണം, 1996 ആദ്യമായിട്ട് അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ അധികാരത്തിലേറി. അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ അധികാരത്തിലേറി എന്ന് പറയുമ്പോൾ അഫ്ഗാനിസ്ഥാന്റെ 75% ഭാഗത്ത് താലിബാൻ 1990 അധികാരം പിടിച്ചെടുത്തു. എന്നിട്ട് ആ സംഘം ചെയ്തത് എന്താണ്? അവിടെ സ്ത്രീകളുടെ എല്ലാ അവകാശങ്ങളും നിഷേധിച്ചു. ആരാണ് ഭൂരിപക്ഷം അഫ്ഗാനിസ്ഥാനിൽ? മുസ്ലിങ്ങൾ. 95% മുസ്ലിങ്ങളുടെ രാജ്യത്ത് അവിടെ മുസ്ലിം സ്ത്രീകളുടെ എല്ലാ അവകാശങ്ങളും നിഷേധിച്ചു. അവർ പഠിക്കാൻ പാടില്ല, അവർ സ്കൂളിൽ പോകാൻ പാടില്ല, അവർ പുറത്തിറങ്ങാൻ പാടില്ല. പുറത്തിറങ്ങുകയാണെങ്കിൽ കണ്ണൊഴികെയുള്ള എല്ലാ ഭാഗങ്ങളും മറയ്ക്കുന്ന പർദ്ദ ധരിച്ച് ഏറ്റവും അടുത്ത ബന്ധു ആയ പുരുഷന്റെ കൂടെ പുറത്തു പോകാം, അത്രയേ പാടുള്ളൂ എന്ന് നിഷ്കർഷിച്ചു. താലിബാൻ വേട്ടയാടിയത് അവിടുത്തെ ഹിന്ദുക്കളെയോ ക്രിസ്ത്യാനികളെയോ ബുദ്ധമതക്കാരെയോ എന്നതിലേറെ അവിടുത്തെ മുസ്ലിങ്ങളെയാണ്. വീണ്ടും അധികാരത്തിൽ വന്നു. ഈ 4 വർഷം മുമ്പ് 2020 വീണ്ടും രണ്ടാം താലിബാൻ ഗവൺമെന്റ് വന്നു. 100% അഫ്ഗാനിസ്ഥാൻ അവിടെ കയ്യിലാണ്. എന്താ അപ്പം അവിടുത്തെ സ്ഥിതി? മുസ്ലിം സ്ത്രീകൾക്ക് യാതൊരു സ്വാതന്ത്ര്യവുമില്ല, പുരുഷന്മാർക്കും സ്വാതന്ത്ര്യമില്ല. ആരൊക്കെ ആ ഭരണത്തെ എതിർക്കുന്നുവോ അവരൊക്കെ ഒന്നുകിൽ ജയിലിലടയ്ക്കും, അല്ലെങ്കിൽ കൊല്ലും. മതപരമായിട്ടുള്ള ഒരു കാര്യവും അവരാരും നോക്കുന്നില്ല. തങ്ങൾ എതിർക്കുന്നോ കൊല്ലും. മുസ്ലിമാണോ അമുസ്ലിമാണോ ഹിന്ദുവാണോ ക്രിസ്ത്യാനിയാണോ എന്നൊന്നും നോക്കിയല്ല താലിബാൻ പെരുമാറുന്നത്. മൂന്നാമത്തെ ഉദാഹരണം, 2003 തുർക്കിയിൽ റജിബ് തയ്യബ് എർദോവാൻ എന്ന ഇസ്ലാമിസ്റ്റ് അധികാരത്തിൽ വന്നു. ആദ്യം പ്രധാനമന്ത്രിയായി, പിന്നീട് പ്രസിഡന്റായി, ഇപ്പോഴും പ്രസിഡന്റായി. 20-21 കൊല്ലമായിട്ട് ഇപ്പോൾ അവിടെ അധികാരത്തിലിരിക്കുന്നത് ഈ റജിബ് തയ്യിബ് എർദോഗാൻ എന്നാണ് മലയാളത്തിൽ പലരും എഴുതാൽ. അദ്ദേഹത്തിൻ്റെ പേര് ഇംഗ്ലീഷിൽ എർഡോഗൻ എന്ന് എഴുതും, യഥാർത്ഥ ഉച്ചാരണം എർദോവൻ എന്നാണ്. ഈ എർദോവൻ 21 കൊല്ലമായിട്ട് തുർക്കിയിൽ ഭരണം നടത്തുന്നു. എർദോവൻ ഇസ്ലാമിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ പാർട്ടി AK പാർട്ടി, ജസ്റ്റിസ് ആൻഡ് ഡെവലപ്മെന്റ് പാർട്ടി. ജസ്റ്റിസ് ആൻഡ് ഡെവലപ്മെന്റ് പാർട്ടി എന്ന് വിചാരിക്കുമ്പോൾ എന്തോ മുന്തിയ പാർട്ടിയാണെന്ന് വിചാരിക്കും. ഇസ്ലാമിസ്റ്റ് പാർട്ടിയാണ്. അതായത് ഇസ്ലാമിക ഭരണം നടപ്പാക്കണം എന്നാഗ്രഹിക്കുന്ന പാർട്ടിയാണ്. അദ്ദേഹം വന്നു. തുർക്കിയിൽ എത്ര പേരെയാണ് തുറുങ്കിലടച്ചത്, എത്ര പേരെയാണ് കൊന്നൊടുക്കിയത്. അദ്ദേഹം കൊന്നെടുക്കുന്നത് മതം നോക്കിയല്ല,
തന്നെ എതിർക്കുന്ന ലിബറൽ മുസ്ലിങ്ങളെ മുഴുവൻ അദ്ദേഹം നിഷ്കാസനം ചെയ്യുന്നു. എല്ലായിടത്തും അതല്ലേ സംഭവിക്കുന്നത്? ലിബറൽ മുസ്ലിങ്ങളെ ഒരു ഇസ്ലാമിസ്റ്റ് ഭരണകൂടവും പൊറുപ്പിക്കില്ല. നമ്മുടെ കേരളത്തിൽ ഒരു ഇസ്ലാമിക ഭരണവും ഇല്ലല്ലോ. ഇവിടെ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരല്ലേ ഭരിച്ചത്. എന്നിട്ട് ഇവിടെ മൗലവി ചേകനൂർ എന്ന് പറയുന്ന മതപണ്ഡിനെ കൊലപ്പെടുത്തി ആരാ കൊന്നത്? RSSകാരല്ല, നേരെ മറിച്ച് മുസ്ലിം വർഗീയവാദികളാണ് കൊന്നത്. അപ്പോൾ അവിടെയൊന്നും മതം നോക്കുന്നില്ല. സ്വാമിജി ഇവിടെ പറയുകയുണ്ടായി, ഇപ്പോൾ ഇന്ത്യയിൽ നമ്മൾ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കണം എന്ന് അദ്ദേഹം പറഞ്ഞത് വളരെ വളരെ ശരിയാണ്. ചരിത്രത്തിലേക്ക് വസ്തുനിഷ്ഠമായി നാം തിരിഞ്ഞു നോക്കണം. മതവൈകാരികത മാറ്റിവെച്ചുകൊണ്ട് ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കണം. നമ്മൾ ഇവിടെ ഇസ്ലാമിക ചക്രവർത്തിമാർ വന്നു, രാജാക്കന്മാർ വന്നു എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഇവിടെ മുസ്ലിം ആക്രമണകാരികൾ വന്നു എന്നത് ശരിയാണ്. മുസ്ലിം ആക്രമണകാരികൾ വന്നിട്ട് എന്താ ചെയ്തത്? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആക്രമണകാരിയായിരുന്നു മുഗൾ സാമ്രാജ്യത്തിന് അടിത്തറ പാകിയ ബാബർ. 1526 ഇന്ത്യയിൽ വന്നിട്ട് പാനിപ്പത്ത് എന്ന സ്ഥലത്ത് വെച്ച് യുദ്ധം ചെയ്യുന്നത്. ആ യുദ്ധത്തിൽ അപ്പുറത്ത് നിൽക്കുന്ന രാജാവിനെ തോൽപ്പിച്ച് കീഴ്പ്പെടുത്തി കൊന്നതിന് ശേഷമാണ് ബാബർ എന്ന ഈ മുസ്ലിം ആക്രമണകാരി ഇന്ത്യയിൽ മുഗൾ സാമ്രാജ്യത്തിന് അസ്ഥിവാരമിട്ടത്. അദ്ദേഹം പാനിപ്പത്തിൽ വെച്ച് യുദ്ധം ചെയ്ത ആരോടാ? ബാബർ എന്ന മുസ്ലിം ആക്രമണകാരി പാനിപ്പത്തിൽ യുദ്ധം ചെയ്തത് ഏതെങ്കിലും ഹിന്ദു രാജാവിനോടല്ല, നേരെ മറിച്ച് ഇബ്രാഹിം ലോഡി എന്ന ഡൽഹി സുൽത്താൻ ഭരണത്തിലെ അവസാനത്തെ കണ്ണിയോടാണ്. ഇബ്രാഹിം ലോഡി എന്ന മുസ്ലിം ചക്രവർത്തിയെ തോൽപ്പിച്ചിട്ടാണ് മുഗൾ സാമ്രാജ്യത്തിന് അസ്ഥിവാരമിടുന്നത്. അവിടെ മതമുണ്ടോ? അധികാരമാണ് പ്രശ്നം. ബാബർ അപ്പുറത്ത് നിൽക്കുന്ന ഇബ്രാഹിം ലോഡിയാണ് തന്റെ മതക്കാരനാണെന്ന് വിചാരിച്ചിട്ട് യുദ്ധം ചെയ്യാറിഞ്ഞിട്ടില്ല. അദ്ദേഹം യുദ്ധം ചെയ്തു, തോൽപ്പിച്ചു. പിന്നീടുള്ള ചരിത്രം നിങ്ങൾ പരിശോധിച്ചാലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ്? ഔറംഗസീബ്, നമ്മളൊക്കെ സാധാരണഗതിയിൽ ഇന്ത്യയിൽ ഈ പേരുകളിടുമ്പോൾ പല രാജാക്കന്മാരുടെയൊക്കെ പേരിടാറുണ്ട്. ഇപ്പോൾ മുസ്ലിങ്ങൾക്കിടയിൽ നമുക്ക് കാണാം പേരിടുമ്പോൾ ഷാജഹാൻ എന്ന പേരിടുന്ന ഒരുപാട് മുസ്ലിം രക്ഷാകർത്താക്കളുണ്ട്. അക്ബർ, മുഗൾ ചക്രവർത്തിയായിരുന്ന അക്ബർ, ആ പേരിടുന്നതും കാണാം. അതുപോലെ ജഹാംഗീറിന്റെ പേര് സലീം, ഈ പേരൊക്കെ ഇടുന്ന ആൾക്കാരെ കാണാം. പക്ഷെ ഞാൻ കണ്ടിട്ടില്ല ഇന്ത്യയിൽ ഒരൊറ്റ മുസ്ലിം കുടുംബത്തിലും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല ഔറംഗസീബ് എന്ന് പേരുള്ള ഒരു കുട്ടിയെ. കാരണം എന്താ? ഔറംഗസീബ് എന്ന കുട്ടിയെ, ആ ഒരു പേര് കുട്ടിക്ക് മുസ്ലിം രക്ഷിതാക്കൾ പോലും നൽകാത്തത് ഔറംഗസീബ് അത്രയും വെറുക്കപ്പെട്ടവനായതുകൊണ്ടാണ്. എന്താണ് കാരണം? ഷാജഹാന്റെ 4 പുത്രന്മാരിൽ ഇളയവനായിരുന്നു ഔറംഗസീബ്. ഈ ഔറംഗസീബ് അല്ല ഷാജഹാന്റെ മരണശേഷം ചക്രവർത്തി ആകേണ്ടത്. പക്ഷേ അധികാര ദുരമൂത്ത ഔറംഗസീബ് തന്റെ ഏറ്റവും മൂത്ത ജ്യേഷ്ഠൻ ദാരാഷിക്കോ എന്ന ജ്യേഷ്ഠൻ ഉപനിഷത്തുകൾ സാൻസ്ക്രിറ്റിൽ നിന്ന് പേർഷ്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യാൻ മുൻകൈയെടുത്ത ദാരാഷിക്കോയെ ആദ്യം കൊന്നു. വേറെ 2 സഹോദരന്മാരുണ്ടായിരുന്നു. മുറാദിനെ കൊന്നു, മറ്റൊരു സഹോദരനെ കൊന്നു. മാത്രവുമല്ല സ്വന്തം പിതാവ് ഷാജഹാനെ ആഗ്ര കോട്ടയിൽ തടവിലിട്ടു. അങ്ങനെ അധികാരം പിടിച്ചടക്കുന്നത് ഔറംഗസീബ്. മതമുണ്ടോ അവിടേക്ക്? മതം പോയിട്ട് സാഹോദര്യമുണ്ടോ അവിടേക്ക്? പിതൃസ്നേഹമുണ്ടോ അവിടേക്ക്? എന്തിനോട് മാത്രം സ്നേഹം? അധികാരത്തോട് മാത്രം. അങ്ങനെയല്ലേ നാം കാണുന്നത്? ഏറ്റവും ഒടുവിൽ സിറിയ, 2 ദിവസം മുമ്പാണ് സിറിയയിൽ മുസ്ലിമായ ബഷാറുൽ അസദ് നീക്കം ചെയ്യപ്പെടുന്നത്. അദ്ദേഹത്തിന് ഓടിപ്പോകേണ്ടി വന്നു. റഷ്യയിലാണെന്നാണ് നമ്മൾ ഇന്നത്തെ പത്രത്തിൽ വായിച്ചത്. അദ്ദേഹത്തിന് രാജ്യം വിട്ടു പോകേണ്ടി വന്നു. ആരാണ് അദ്ദേഹത്തെ ഓടിച്ചത്? അദ്ദേഹത്തെ ഓടിച്ച ഏതെങ്കിലും ക്രിസ്ത്യാനിയാണോ? ഏതെങ്കിലും ഹിന്ദുവാണോ? ഏതെങ്കിലും പാർസിയാണോ? അല്ല, അദ്ദേഹത്തെ ഓടിച്ചത് അബു മുഹമ്മദ് ജോലാനി എന്ന 1ാം തരം മുസ്ലിമാണ്. മുസ്ലിമായ ബഷാറുൽ അസദിനെ പടിയിറക്കിയാണ് മറ്റൊരു മുസ്ലിം അവിടെ അധികാരത്തിലെത്തുന്നത്. അവിടെ നമ്മൾ കാണുന്നത് എന്താ? മതപരമായ ഐക്യമുണ്ട്. അപ്പോൾ മതപരമായ ഐക്യം എന്ന് പറയുന്നത് ഒരു മിഥ്യയാണ്. അങ്ങനെയല്ല കാര്യങ്ങൾ സംഭവിക്കുന്നത്.
കാര്യങ്ങൾ സംഭവിക്കുന്നത്. ഇപ്പോൾ ഇവിടെയൊക്കെ സംഭവിക്കുന്നത് ബഷാർ അൽ അസദും സെക്യുലറിസ്റ്റ് ആയിരുന്നു, ഏകാധിപതിയായിരുന്നു. അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാനിൽ 1996 അധികാരത്തിൽ ഈ മുല്ല ഉമറും അദ്ദേഹത്തിൻ്റെ സംഘമായ താലിബാനും അവിടെ അധികാരത്തിൽ ഏറുന്നതിന് മുമ്പ് അവിടെ ഉണ്ടായിരുന്നത് ഡോക്ടർ നജീബുല്ലയാണ്. നജീബുല്ല കമ്മ്യൂണിസ്റ്റ് ആശയക്കാരനായ ഭരണാധികാരിയായിരുന്നു. ആ നജീബുല്ലയെ വധിച്ച് തെരുവിലൂടെ ജഡം വലിച്ചു കൊണ്ടുപോയി താലിബാൻ. താലിബാൻ മുസ്ലിങ്ങളാണ്. താലിബാൻ എന്ന് പറയുന്ന സംഘടനയുടെ പേരാ, വിദ്യാർത്ഥികൾ എന്ന ആ താലിബാൻ എന്ന വാക്കിന്റെ അർത്ഥം. അവർ മുസ്ലിങ്ങളാ. ആ മുസ്ലിങ്ങളാണ് ഡോക്ടർ നജീബുല്ല എന്ന മറ്റൊരു മുസ്ലിമിനെ കൊന്നിട്ട് അദ്ദേഹത്തിന്റെ ജഡം വലിച്ചു കൊണ്ടുപോകുന്നത്. മതപരമായിട്ടുള്ള ഐക്യം നമ്മൾ അവിടെയൊക്കെ കാണുന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ല. അപ്പം നമ്മൾ എന്തിൻ്റെ പക്ഷത്ത് നിൽക്കണം? മതഭരണവാദത്തിൻ്റെ പക്ഷത്ത് നിൽക്കാതിരിക്കുകയും മതേതരത്വത്തിൻ്റെ പക്ഷത്ത് നിൽക്കുകയും വേണം. എന്നാലെല്ലാം അവസാനിക്കുമെന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവാം. പക്ഷേ അതിന് പകരം നമ്മൾ ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തെ ചൂണ്ടിക്കാട്ടിയിട്ട് അത് മാത്രമാണ് കുഴപ്പം എന്ന് വിചാരിക്കുന്നത് ശരിയാവില്ല. ഇപ്പോൾ നമുക്ക് ഭാരതത്തെ പറ്റി ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് മഹത്തായ കാര്യങ്ങൾ നമുക്ക് പറയാൻ കഴിയും. പക്ഷേ ഇതേ ഭാരതത്തിൽ ജനിച്ചയാളാണ് സ്വാമി വിവേകാനന്ദൻ. സ്വാമി വിവേകാനന്ദൻ എന്ന ആ സന്യാസി വര്യൻ 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ കേരളത്തിൽ വന്ന് പറഞ്ഞത് എന്താ? കേരളം ഒരു ഭ്രാന്താലയമാണ് എന്നാണ്. കേരളം ഒരു ഭ്രാന്താലയമാണ് എന്ന് ഹിന്ദു സന്യാസിയായ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? കേരളത്തിലെ മതഭ്രാന്ത് കണ്ടല്ല, കേരളത്തിലെ ജാതിഭ്രാന്ത് കണ്ടാ പറഞ്ഞത്. കേരളത്തിലെ കീഴ്ജാതിക്കാർ എന്ന് പറയപ്പെടുന്ന ഹിന്ദുക്കൾ എങ്ങനെയൊക്കെ മേൽജാതിക്കാരെന്ന് പറയപ്പെടുന്ന ഹിന്ദുക്കളാൽ ദ്രോഹിക്കപ്പെടുന്നു, അവർ എങ്ങനെ അസ്പൃശ്യത കൽപ്പിക്കപ്പെട്ട് അയിത്തം കൽപ്പിക്കപ്പെട്ട് സമൂഹത്തിന്റെ മധ്യത്തിൽ നിന്ന് മാറ്റപ്പെടുന്നു തുടങ്ങിയ അങ്ങേയറ്റം ദുഃഖകരവും അപലപനീയവുമായ കാര്യങ്ങൾ കണ്ട് മനസ്സ് വെന്താണ് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് കേരളം ഒരു ഭ്രാന്താലയമാണ് എന്ന്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ ഈ ഭാരതം എന്നൊക്കെ പറയുന്ന അത്ര മഹത്തായിട്ട് ഉള്ളൊരു സാധനം നമ്മൾ അദ്ദേഹം പറഞ്ഞു, നമ്മൾ ഒബ്ജക്റ്റീവായിട്ട് കാണണം കാര്യങ്ങളെ, വികാരപരമായിട്ട് കാണരുത്, ഒബ്ജക്റ്റീവായിട്ട് കാണണം. മനുഷ്യാവകാശങ്ങൾ, ഹ്യൂമൻ റൈറ്റ്സ് എന്നത് ഏറ്റവും മനോഹരമായ പദപ്രയോഗമാണ്. പക്ഷേ അത് അടുത്ത കാലത്തല്ലേ വന്നത്? 1948 അപ്പോഴാണല്ലോ ഈ മനുഷ്യാവകാശ പ്രഖ്യാപനം UN ആ പ്രഖ്യാപനം നടത്തുന്നത്. ഏതെങ്കിലും മതത്തിൽ, നമുക്ക് മതങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് ഉദ്ഘോഷിക്കാം, നല്ല മതമാണെന്നൊക്കെ പറയാം. പക്ഷെ ലോകത്തിലുണ്ടായിട്ടുള്ള ഏത് മതത്തിലാണ് നിങ്ങൾ മനുഷ്യാവകാശങ്ങൾ എന്ന ഒരു പ്രയോഗം കാണിച്ചു തരിക? ഹിന്ദു മതത്തിലുണ്ടോ? ഇസ്ലാം മതത്തിലുണ്ടോ? ക്രിസ്തു മതത്തിലുണ്ടോ? ജൈന മതത്തിലോ? ഒന്നിലുമില്ല. ഹ്യൂമൻ റൈറ്റ്സ് എന്നൊരു പദപ്രയോഗം തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. അതൊക്കെ ആധുനികമായിട്ടുള്ള കാലത്ത്, ആധുനിക കാലഘട്ടത്തിൽ വന്നതാണ്. സെക്യുലറിസം പോലെ, സെക്യുലറിസം പഴയ കാലത്തൊന്നുമില്ല. സെക്യുലറിസം എന്ന കൺസെപ്റ്റ് എന്നൊക്കെ പറയുന്ന ഒരു 17-18 നൂറ്റാണ്ടിന് ശേഷം വരുന്നതാണ്. അപ്പോൾ സെക്യുലറിസം എന്ന് പറയുന്ന അല്ലെങ്കിൽ മതനിരപേക്ഷത എന്ന ഒരു കൺസെപ്റ്റിൽ ആണ് മതാതീതമായ മാനവ സാഹോദര്യം എന്ന ആശയം ഉൾക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് വേണ്ടത് മതാതീതമായ സാഹോദര്യമാണ്. നമ്മുടെ മതത്തിൽ മതാതീതമായ സാഹചര്യം ഉണ്ട് എന്നൊക്കെ നമുക്ക് അവകാശപ്പെടാം. പക്ഷേ നമ്മൾ പ്രയോഗത്തിൽ കണ്ടിട്ടില്ല ഒരിക്കലും. എപ്പോഴും മതത്തിൻ്റെ പേരിലുള്ള ലഹള, മതത്തിൻ്റെ പേരിലുള്ള ലഹള എന്ന് പറയുമ്പോൾ ഒരു മതം മറ്റേ മതത്തെ ആക്രമിക്കുന്നത് മാത്രമല്ല സംഭവിക്കുന്നത്. എല്ലാ മതങ്ങളിലും ആ മതത്തിൽപ്പെട്ട ലിബറൽ ചിന്താഗതിക്കാരെ എക്കാലത്തും മതാധികാരികൾ വേട്ടയാടിയിട്ടുണ്ട്. അങ്ങനെ ലിബറൽ ചിന്താഗതിക്കാർ ആധുനിക കാലത്ത് 10-20 വർഷം മുമ്പ്, 10-20 വർഷം പോലും ആയിട്ടില്ല, 10 വർഷം മുമ്പ് നമ്മുടെ നാട്ടിൽ ഹൈന്ദവ സമൂഹത്തിൽ വേട്ടയാടപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ ഉദാഹരണമാണ് പൂനെയിലുണ്ടായിരുന്ന മഹാരാഷ്ട്രക്കാരനായ നരേന്ദ്ര ധബോൽക്കർ. 2013 ധബോൽക്കർ കൊല്ലപ്പെടുന്നത്. ധബോൽക്കർ ഹിന്ദു മതത്തിനകത്ത് പരിഷ്കരണം വേണം എന്നാവശ്യപ്പെട്ട ഒരു റേഷണലിസ്റ്റ് ചിന്തകരായിരുന്നു. കൊന്നതാരാ? മുസ്ലിങ്ങളല്ല, ക്രിസ്ത്യാനികളല്ല. അദ്ദേഹത്തെ കൊന്നത് ഹിന്ദു സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന തീവ്രവാദികളാണ്. പ്രൊഫസർ എം ഖൽബുർഗി കർണാടകക്കാരനാണ്. അദ്ദേഹം ഇതുപോലെ തന്നെ ഹിന്ദു സമൂഹത്തിലെ മതപരിഷ്കരണ, ജാതി പരിഷ്കരണവാദിയായിരുന്നു. കൊലപ്പെടുത്തിയത് ആരാ? മുസ്ലിങ്ങളല്ല,
ക്രിസ്ത്യാനികളല്ല, ഹിന്ദു സമൂഹത്തിലെ തീവ്രവാദികളാണ്. അതുപോലെ ഗോവിന്ദ് പൻസരെ, മഹാരാഷ്ട്രക്കാരൻ, കൊലപ്പെടുത്തിയതാരാ? ഈ പറഞ്ഞ ഈ അഹിന്ദുക്കളൊന്നുമല്ല, ഹിന്ദു സമൂഹത്തിൽ പ്രവർത്തിക്കുന്നവരാ. ഗൗരി ലങ്കേഷ് ഹിന്ദുവാ, കൊലപ്പെടുത്തിയതാരാ? അതായത് ഏത് മതസമുദായത്തിലും പ്രവർത്തിക്കുന്ന ലിബറൽ ചിന്താഗതിക്കാരെപ്പോഴും വേട്ടയാടപ്പെട്ടു പോന്നിട്ടുണ്ട്. ബംഗ്ലാദേശിൽ ഇപ്പോൾ ഇത് ഈ പറയുന്ന മാറ്റമൊക്കെ സംഭവിക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ പുരോഗമനവാദികളായിട്ടുള്ള എത്ര ബ്ലോഗർമാർ കൊല്ലപ്പെട്ടു? ഒക്കെ മുസ്ലിങ്ങളാണ്. എത്രയോ എഴുത്തുകാർ കൊല്ലപ്പെട്ടു. കാരണം ഇസ്ലാമിസത്തെ വിമർശിക്കുന്നവരെ അവർ കൊലപ്പെടുത്തും. ഇസ്ലാമിസം എന്ന് പറഞ്ഞാൽ അത് ജമാഅത്തെ ഇസ്ലാമി മാത്രമല്ല, ഇസ്ലാമിസത്തിന്റെ ഉപജ്ഞാതാക്കളിൽ ഒരാളാണ് ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ആചാര്യനായ മൗലാന മൗദൂദി. മുസ്ലിം ബ്രദർഹുഡ് 1928 അതിനു മുമ്പ് ഈജിപ്തിൽ നിലവിൽ വന്ന സംഘടനയാണ്. ആ സംഘടനയും അതുപോലെ ജമാഅത്തെ ഇസ്ലാമിയും ഒക്കെ ആ സംഘടനകളുടെയൊക്കെ ആശയങ്ങൾ പിൻപറ്റിക്കൊണ്ട് പിൽക്കാലത്ത് ഉയർന്നു വന്ന സംഘടനകളിൽ പ്രധാനപ്പെട്ട 2 എണ്ണമാണ് അൽ ഖയ്ദയും ISISഉം. അതുപോലെ ഒരുപാട് സംഘടനകളുണ്ട് ഈ മുസ്ലിം സമൂഹത്തിനുള്ളിൽ. ഇവരാരെയാ വേട്ടയാടുന്നത്? ആരെയാ കൊല്ലുന്നത്? അവർ മതം നോക്കിയല്ല കൊല്ലുന്നത്. ലിബറൽ ചിന്താഗതിക്കാരായ മുസ്ലിങ്ങൾ അവർ കൊന്നൊടുക്കുന്നു. മതം നോക്കി കൊല്ലുന്നില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അവരുടെയൊക്കെ പ്രധാനപ്പെട്ട ശത്രു അതാത് മതത്തിലെ ലിബറൽ ചിന്താഗതിക്കാരാണ്. ഹിന്ദുക്കൾക്കിടയിൽ ധാരാളം ലിബറൽ ചിന്താഗതിക്കാരുണ്ട്. അതേസമയം നാം സമ്മതിക്കണം, ഹിന്ദുക്കൾക്കിടയിൽ ഒരു ന്യൂനപക്ഷമാണെങ്കിലും ഇലിബറൽ ചിന്താഗതിക്കാരുമുണ്ട്. മുസ്ലിങ്ങൾക്കിടയിൽ ലിബറൽ ചിന്താഗതിക്കാരുണ്ട്, ന്യൂനപക്ഷമാണ്. മുസ്ലിങ്ങൾക്കിടയിൽ വളരെ വലിയ ഒരു ഭൂരിപക്ഷം ഇലിബറൽ ചിന്താഗതിക്കാരാണ്. ഉദാരമനസ്കരായിട്ടുള്ള ഹിന്ദുക്കളും ഉദാരമനസ്കരായിട്ടുള്ള മുസ്ലിങ്ങളും ഉദാരമനസ്കരായിട്ടുള്ള ക്രിസ്ത്യാനികളും ഒക്കെ ഉണ്ട്. പക്ഷേ ഈ എല്ലാ മതങ്ങളിലും പെട്ട വലിയൊരു വിഭാഗം അങ്ങേയറ്റം അനുദാര ചിന്താഗതിക്കാരാണ്, ഇലിബറൽ ചിന്താഗതിക്കാരാണ്. അവരെയാണ് നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത്. അപ്പോൾ ബംഗ്ലാദേശിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഇപ്പോൾ അന്താരാഷ്ട്ര കാര്യങ്ങളൊക്കെ വെച്ച് പറയുകയാണെങ്കിലും ഞാൻ പറയുക, അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തികൾ അവിടെ രാഷ്ട്രീയ മതക്കാരാണ്, അല്ലെങ്കിൽ രാഷ്ട്രീയ ഇസ്ലാമിൻ്റെ വക്താക്കളാണ്, പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ വക്താക്കളാണ്. ഇന്ത്യയിൽ ഇതുപോലുള്ള കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? ബംഗ്ലാദേശിലെ മനുഷ്യാവകാശ ലംഘനങ്ങളെക്കുറിച്ച് പറയുന്ന അതേ രൂപത്തിൽ നമ്മൾ എന്തുകൊണ്ടാണ് ബർമയിൽ നടന്ന മനുഷ്യാവകാശ ലംഘനങ്ങളെക്കുറിച്ച് സംസാരിക്കാതിരുന്നത്? കഴിഞ്ഞ 8-10 വർഷമായിട്ട് ബർമയിൽ, മ്യാൻമറിൽ റോഹിംഗ്യ മുസ്ലിങ്ങൾ ദ്രോഹിക്കപ്പെട്ടതുപോലെ മറ്റൊരു ജനവിഭാഗം അടുത്ത കാലത്ത് ദ്രോഹിക്കപ്പെട്ടിട്ടുണ്ടോ? എത്ര ലക്ഷക്കണക്കിൽ റോഹിംഗ്യ മുസ്ലിങ്ങൾ അവിടെ മരണമടഞ്ഞു. രക്ഷപ്പെടാൻ കപ്പൽ വഞ്ചി കയറി പോരുക കടലിലൂടെ, അവിടെ ചത്തുപോകുന്ന എത്രയോ ആൾക്കാർ, എത്തിയാലോ എവിടെയും അഭയം കിട്ടാത്ത ആൾക്കാർ. നമ്മൾ മനുഷ്യാവകാശ പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് റോഹിംഗ്യകളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ മുന്നോട്ട് വന്നിട്ടില്ല. ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു പ്രത്യേക രാജ്യത്ത് ഒരു പ്രത്യേക വിഭാഗത്തിനെതിരെ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളെക്കുറിച്ച് മാത്രം സംസാരിച്ചാൽ പോരാ. അവസാനിപ്പിക്കുകയാണ് ഞാൻ, കാരണം സമയം കഴിയുകയാണ്. ഈ ഇന്ത്യ ഉപഭൂഖണ്ഡത്തിൻ്റെ ഭാഗമാണ് ബംഗ്ലാദേശും പാകിസ്ഥാനും ഇന്ത്യയും. ഇന്ത്യൻ സബ് കോണ്ടിനെന്റിന്റെ ഭാഗമാണ് ഈ 3 രാജ്യങ്ങളും. ഈ 3 രാജ്യങ്ങളിലും ഹിന്ദുക്കളുണ്ട്, മുസ്ലിങ്ങളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, ബുദ്ധമതക്കാരുണ്ട്, ജൈനമതക്കാരുണ്ട്, സിഖുകാരുണ്ട്, പാർസികളുമുണ്ട്. ഈ ജനങ്ങൾ, ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രൈസ്തവരും ബുദ്ധമതക്കാരും പാർസികളും സിഖുകാരും ഒക്കെ, ഞാൻ പറയുക, ഇന്ത്യയിലെയും ബംഗ്ലാദേശിലെയും പാകിസ്ഥാനിലെയും ഹിന്ദുക്കളും അഹിന്ദുക്കളും കൾച്ചറൽ ബ്രദേഴ്സ് ആണ് എന്നാണ്. സാംസ്കാരിക സഹോദരന്മാരും സാംസ്കാരിക സഹോദരിമാരുമാണ്. ഇന്ത്യയിലെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും കൾച്ചറൽ ബ്രദേഴ്സ് ആൻഡ് കൾച്ചറൽ സിസ്റ്റേഴ്സ് ആണെന്ന് നാം മനസ്സിലാക്കണം. കൾച്ചറലി വി ആർ നോട്ട് വെരി ഡിഫറെൻറ്റ്. എന്ത് ഡിഫറൻസാണ് ഉള്ളത് കൾച്ചറലി? നമ്മുടെ അനുഷ്ഠാനങ്ങളിലൊക്കെ കാര്യങ്ങളിലൊക്കെ വ്യത്യാസമുണ്ടാകാം. പക്ഷേ നിങ്ങളൊരു പാശ്ചാത്യ രാജ്യത്ത് പോയി നോക്കുക, അപ്പോഴാണ് മനസ്സിലാവുക ഇന്ത്യയിൽ നിന്ന് വരുന്നൊരു മുസ്ലിമും ഇന്ത്യയിൽ നിന്ന് വന്ന ഒരു ഹിന്ദുവും അവിടെ എത്തുമ്പോൾ അവർക്ക് സാംസ്കാരികമായ അടുപ്പം കൂടുതൽ തോന്നുന്നു. കാരണം
നമ്മളുമായിട്ട് സാംസ്കാരികമായിട്ട് ഏറെ അകലെ നിൽക്കുന്നവരായിരിക്കും റഷ്യക്കാർ, അല്ലെങ്കിൽ അമേരിക്കക്കാർ, അല്ലെങ്കിൽ അപ്പുറത്ത് യൂറോപ്യന്മാരൊക്കെ സാംസ്കാരികമായിട്ട് നമ്മളുമായിട്ട് ഏറെ അകലെ നിൽക്കുന്നവരായിരിക്കും. പക്ഷേ ഇന്ത്യ ഉപഭൂഖണ്ഡത്തിലെ ഹിന്ദുക്കളും അഹിന്ദുക്കളും മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും സാംസ്കാരിക സഹോദരന്മാരാണ് എന്ന കാഴ്ചപ്പാട് പുലർത്തുവാൻ കൂടി ഈ മനുഷ്യാവകാശ ലംഘനവുമായിട്ട് ബന്ധപ്പെട്ട്, ബംഗ്ലാദേശിലെ മനുഷ്യാവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഈ സെമിനാർ നടക്കുന്ന ഈ വേളയിൽ നാം മനസ്സിൽ വെക്കേണ്ടതുണ്ട് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ സെമിനാറിൽ പങ്കെടുക്കാൻ എന്നെ ക്ഷണിച്ച ഇതിൻ്റെ ഭാരവാഹികളോട് കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അഡ്വക്കേറ്റ് MS സജീവ് അവർകൾ. അധ്യക്ഷൻ ശ്രീ അനൂപ് മാസ്റ്റർ, സ്വാഗതം ആശംസിച്ച എൻ്റെ സഹപ്രവർത്തകൻ അഡ്വക്കേറ്റ് അരുൺ ജോഷി, വിഷയം വളരെ അക്കാഡമിക്കായി ഇവിടെ അവതരിപ്പിച്ച ഡോക്ടർ ജയപ്രസാദ്, വിഷയത്തെ വിവിധ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് വിവിധ ചിന്താധാരകളിലൂടെ ചർച്ച ചെയ്തു കഴിഞ്ഞ എൻ്റെ സുഹൃത്ത് ഡോക്ടർ ഹമീദ് ചന്ദമംഗല്ലൂർ, ചിദാനന്ദപുരി സ്വാമികൾ, സുഹൃത്ത് അഹമ്മദ്, എൻ്റെ മുന്നിലിരിക്കുന്ന എനിക്കേറെ പ്രിയപ്പെട്ട കോഴിക്കോട്ടുകാരെ, സുഹൃത്തുക്കളെ, വളരെ കാലികമായ ഈ വിഷയത്തിൽ, അതും അന്താരാഷ്ട്ര സമാധാനവും രാഷ്ട്രീയവും മതവും ഒക്കെ ഇടകലർന്ന വളരെ ഗൗരവമായ ഈ വിഷയത്തിൽ ഈ സന്ധ്യയിൽ ഇത്രയധികം ആളുകൾ തിങ്ങി നിറഞ്ഞത് ഈ വിഷയം നമ്മുടെ സമൂഹത്തെ എത്രമാത്രം ആകുലപ്പെടുത്തുന്നു എന്നതിൻ്റെ തെളിവാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സംഘാടകരും ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരും അഭിനന്ദനം അർഹിക്കുന്നു. അവരുടെ തുറന്നു വച്ച കാതുകളും കേൾക്കാൻ അവരുടെ ലോകം ചുറ്റി നടക്കുന്ന കണ്ണുകളുമൊക്കെ തന്നെ അവരുടെ മനസ്സിനെ ഏറെ ദുഃഖിപ്പിക്കുന്നു എന്നുള്ളതും കൂടെ ഈ ആൾക്കൂട്ടം നൽകുന്ന സന്ദേശമാണ്. മനുഷ്യത്വത്തെയും മനുഷ്യൻ്റെ മൗലികമായ അവകാശങ്ങളെയും, മനുഷ്യന് സ്വന്തനായി ജനിച്ച് ജീവിച്ച് മരിക്കുവാനുള്ള ഏറ്റവും മൗലികമായ അവകാശത്തെയും അവൻ്റെ ചിന്തകളുടെ സമസ്ത ആകാശങ്ങളെയും മതങ്ങൾ എത്രമാത്രം പരിമിതപ്പെടുത്തുന്നു എന്നതിൻ്റെ രാഷ്ട്രീയ ഉദാഹരണമാണ് ബംഗ്ലാദേശിൽ നടക്കുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവിടെ മൂന്ന് പേരും പറഞ്ഞൊരു ബംഗ്ലാദേശ് രൂപപ്പെട്ട പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം 1971 അന്ന് പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി വളരെ ധൈര്യപൂർവ്വം എടുത്ത ഒരു രാഷ്ട്രീയ തീരുമാനത്തിൻ്റെ ഒരു ഇന്ത്യൻ സുരക്ഷിതത്വത്തെ മുന്നിൽ കണ്ടെടുത്ത ഒരു തീരുമാനത്തിൻ്റെ ഫലമായിരുന്നു 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം എന്ന് നമുക്കറിയാം. അത് നയിച്ചത് ഫീൽഡ് മാർഷൽ സാം മനേക്ഷ ഒരു പാഴ്സിയായിരുന്നു. ആ യുദ്ധഭൂമിയിൽ നിന്ന് നയിച്ച റാഫേൽ ജേക്കബ് ഒരു യഹൂദനായിരുന്നു, കൽക്കട്ടയിൽ ജനിച്ച ഒരു ജൂതമതക്കാരനായിരുന്നു. നമുക്കറിയുന്ന പോലെ അദ്ദേഹം പിന്നെ ഗോവയുടെയും പഞ്ചാബിൻ്റെയും ഗവർണറൊക്കെ ആയിരുന്നു. ഈ രണ്ട് ഹിന്ദുക്കളല്ലാത്ത രണ്ടുപേരുടെ യുദ്ധ പാഠവും യുദ്ധ നേതൃത്വവുമാണ് ബംഗ്ലാദേശിനെ രൂപപ്പെടുത്തിയത് എന്നുകൂടി ഓർമ്മിക്കേണ്ടതുണ്ട്. ഇവിടെ ഹമീദ് സാറ് പറഞ്ഞു വച്ച ഒരു കാര്യമുണ്ട്. ഓരോ രാഷ്ട്രത്തിലും ഉണ്ടാകുന്ന വർഗീയ സംഘർഷങ്ങൾ എപ്പോഴും മറ്റു മതക്കാരെ തെരഞ്ഞുപിടിച്ച് ഉള്ളതാവണമെന്നില്ല. അതിനോട് ഞാൻ 100% യോജിക്കുകയാണ്. പക്ഷേ ഇവിടെ വൈദേശിക ആക്രമണം വന്നപ്പോഴും പിന്നീട് മുഗൾ സാമ്രാജ്യം ഇവിടെ നൂറ്റാണ്ടുകൾ ഭരിച്ചപ്പോഴും വിവിധ ഇസ്ലാം ഭരണാധികാരികൾ ഇന്ത്യ ഭരിച്ചപ്പോഴും ഒന്നും ഉണ്ടാവാത്ത ഒരു ചിന്ത
ഇപ്പോൾ ഈ വളരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ വർത്തമാന കാലത്ത് ഉണ്ട്. അത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രകടമാണ്. അതിൻ്റെ പേര് പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് തന്നെയാണ്. അത് നമുക്കിവിടെ ജമാഅത്തെ ഇസ്ലാമിയുടെ രൂപത്തിൽ കാണാം. മറ്റ് പല രാജ്യങ്ങളിലും മുമ്പേ സ്വാമിജി പറഞ്ഞതുപോലെ പല രൂപങ്ങളിലും കാണാം. പൊളിറ്റിക്കൽ ഇസ്ലാം ഉന്നയിക്കുന്ന, മുന്നോട്ട് വെക്കുന്ന, പ്രകടിപ്പിക്കുന്ന, നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന അതിക്രൂരമായ മനുഷ്യാവകാശ ലംഘനങ്ങളെക്കുറിച്ച് പറയുവാൻ ഇവിടുത്തെ രാഷ്ട്രീയക്കാരും ഇവിടുത്തെ ബുദ്ധിജീവികളെന്ന് പറയപ്പെടുന്ന ആളുകളും ഇവിടുത്തെ എഴുത്തുകാരും സാംസ്കാരിക പ്രവർത്തകരും ഒന്നും തയ്യാറാവുന്നില്ല എന്ന് പറയുന്നത് മൗനത്തിലൂടെ നൽകുന്ന ഒരു പ്രോത്സാഹനമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. പൊളിറ്റിക്കൽ ഇസ്ലാം അത് പൊളിറ്റിക്കൽ ക്രിസ്ത്യാനിറ്റി ആണെങ്കിലും അത് അപലപിക്കപ്പെടേണ്ടതാണ്, എതിർക്കപ്പെടേണ്ടതാണ്, മുന്നിൽ നിന്ന് എന്തു വില കൊടുത്തും തകർക്കപ്പെടേണ്ടതാണ്. യാതൊരു സംശയവുമില്ല. അല്ലെങ്കിൽ വരുംകാല തലമുറയ്ക്ക് നിൽക്കാൻ ഒരു ഇടം ഉണ്ടാവില്ല എന്നുള്ള യാഥാർത്ഥ്യം പറയാതിരിക്കാൻ വയ്യില്ല. മൗനം പാലിക്കുന്നവരാണ് ഏറ്റവും വലിയ ഒറ്റുകാർ എന്നുള്ളതും കൂടി ഓർമ്മിക്കാതെ വയ്യ. അതിൽ മാധ്യമങ്ങളുണ്ട്, രാഷ്ട്രീയ നേതാക്കളുണ്ട്, ഭരണകർത്താക്കളുണ്ട്, സമൂഹത്തിൽ പേരും പ്രശസ്തിയും എപ്പോഴും നിലനിർത്താൻ എന്ത് കോംപ്രമൈസും ചെയ്യുന്ന ആളുകളും ഉണ്ട്. അത് ഒരു യാഥാർത്ഥ്യമാണ്. അത് പറയാൻ മടിക്കേണ്ടതില്ല എന്ന് ഒരിക്കൽ കൂടി ഞാൻ ഈ വേദിയെ ഈ സദസ്സിനെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ 13-ാം നൂറ്റാണ്ടിലാണ് എനിക്ക് തോന്നുന്നത് ബംഗാളിൽ, എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ബംഗ്ലാദേശ് ഉൾപ്പെടുന്ന വിസ്തൃതമായ ബംഗാളിൽ മുസ്ലിം ആധിപത്യം സ്ഥാപിക്കപ്പെടുന്നത്. 8-ാം നൂറ്റാണ്ടിലാണ് അവിടെ മുസ്ലിം രാഷ്ട്രീയം കടന്നു വരുന്നത്, ഭരണാധികാരം കടന്നു വരുന്നത്. 13-ാം നൂറ്റാണ്ടോടുകൂടിയാണ് അത് പ്ലാസി യുദ്ധം വരെ അത് നീണ്ടതോടുകൂടിയാണ് അത് കൂടുതൽ ബ്രിട്ടീഷുകാരുടെ കൈകളിലേക്ക് പോകുന്നത് വരെ അവിടെ നിലനിന്ന് വന്നിരുന്നത്. കാരണം ആ സമയത്ത് കൽക്കട്ട എന്ന് പറയുന്ന ബംഗ്ലാദേശ് ഉൾപ്പെടെയുള്ള ബംഗാളിൻ്റെ ആസ്ഥാനം വലിയൊരു ട്രേഡ് സെൻ്റർ ആയിരുന്നു. അതുകൊണ്ടാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കൽക്കട്ട ആദ്യം തന്നെ അതിൻ്റെ ആസ്ഥാനമായി തിരഞ്ഞെടുക്കാനുള്ള കാരണം. പിന്നീടാണ് ഈ മതങ്ങളുടെ ഇൻവേഷൻ വരുന്നത്. അപ്പോൾ നമുക്ക് ആലോചിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ നമ്മൾ ഇന്ന് ആചരിക്കുന്നത് മനുഷ്യാവകാശ ദിനമാണ്. മനുഷ്യാവകാശ ദിനം എന്ന് പറയുന്ന സങ്കല്പം 1950കളോട് രൂപപ്പെട്ട് UN-ന്റെ അംഗരാജ്യങ്ങൾ നടപ്പിലാക്കിയ ആ നിയമം നടപ്പിലാക്കേണ്ടത് ജുഡീഷ്യറിയാണ്. എന്നാൽ എനിക്ക് തോന്നുന്നത് ഇവിടെ ഇതിൻ്റെ രാഷ്ട്രീയവും ചരിത്രവും ഒക്കെ ചർച്ച ചെയ്തതുകൊണ്ട് ആ ഒരു തലത്തിലൂടെ നമ്മുടെ ഒരു ചിന്ത പോകണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ജുഡീഷ്യറിക്ക് എത്രമാത്രം നമ്മുടെ മനുഷ്യാവകാശങ്ങളെ പരിപാലിക്കുവാൻ കഴിയുന്നുണ്ട്. നമുക്ക് പാകിസ്ഥാനിൽ നിന്ന് തന്നെ ആരംഭിക്കാം. പാകിസ്ഥാൻ പീനൽ കോഡ് എന്ന് പറയുന്ന PPC ആണ് അവിടെ നിന്നുള്ളത്. നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡിന് തുല്യമായിട്ട് ഉള്ള PPC ആണ്. അതിൽ 295 എന്നുള്ളൊരു വകുപ്പുണ്ട്. നമ്മുടെ 302 എന്ന് പറയുന്ന മർഡർ എന്ന് പറയുന്ന ഇതിനുള്ള തുല്യമായ വകുപ്പാണ്. PPC എന്ന് പറയുന്ന 295-ാം വകുപ്പ് സെക്ഷൻ പ്രകാരം മതനിന്ദ ആരോപിക്കപ്പെടുന്ന ഒരാളെ വധശിക്ഷ നിർബന്ധമാണ്. കമ്പൽസറി ക്യാപിറ്റൽ പണിഷ്മെൻ്റാണ്. അതിൻ്റെ ഒരു രൂക്ഷത അറിയുവാൻ വേണ്ടിയിട്ട് 2010 പാകിസ്ഥാനിൽ നടന്ന ഒരു കേസിനെ കുറിച്ച് ഓർമ്മിക്കാതെ വയ്യ. ആസിയ ബീബി എന്ന ഒരു ക്രിസ്ത്യൻ സ്ത്രീ ഖുറാനെ അപമാനിച്ചു എന്നുള്ള ബ്ലാസ്ഫമി എന്ന് പറയും. അതാണ് 295 പാകിസ്ഥാൻ പീനൽ കോഡ് PPC, ബ്ലാസ്ഫമി, മതനിന്ദ എന്ന ആരോപണത്താൽ അവരെ കുറ്റവാളിയാക്കുകയും വിചാരണ ചെയ്യപ്പെടുകയും ലാഹോർ കോടതി അവരെ 2010 വധശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്തു. സ്വാഭാവികമായും പാകിസ്ഥാൻ സുപ്രീം കോടതിയിൽ അപ്പീൽ ചെന്നു. 2018 പാകിസ്ഥാൻ സുപ്രീം കോടതിയിലെ ജഡ്ജി തെളിവുകളുടെ അഭാവത്തിൽ, യാതൊരു തെളിവുമില്ല എന്നതിൻ്റെ അഭാവത്തിൽ ആ സ്ത്രീയെ വെറുതെ വിടിക്കാനുണ്ടായത്. 1 മാസത്തിനുള്ളിൽ മുസ്ലിമായ ജഡ്ജിയെ നടുറോട്ടിലിട്ട് വെടിവെച്ചു വന്നു പാകിസ്ഥാൻ സുപ്രീം കോടതി ജഡ്ജിയെ. സമാനമായ ഒരു സംഭവം ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന ബംഗ്ലാദേശ് പ്രശ്നത്തിലുണ്ടായിട്ടുണ്ട്. ബംഗ്ലാദേശിൽ മതനിന്ദ ആരോപിച്ച് ഒരു ഹൈന്ദവ സന്യാസി ഇപ്പോൾ ജയിലിൽ കിടപ്പുണ്ട്. അദ്ദേഹം ബംഗ്ലാദേശ് ദേശീയ പതാകയോടൊപ്പം കാവിക്കൊടി ഉയർത്തി എന്നാണ് ആരോപണം. യാഥാർത്ഥ്യമാണോ നമുക്കറിയില്ല, പറഞ്ഞു കേട്ടുള്ള അറിവേ ഉള്ളൂ. അദ്ദേഹം ജയിലിലടക്കവേ കിട്ടപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി ഹാജരായ വക്കീലിനെ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ധാക്കയിൽ വെച്ച് വെടിവെച്ച് വന്നിട്ടുണ്ട്. ഇവിടുത്തെ ഒരു മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. ഒരു മാധ്യമങ്ങളും
റിപ്പോർട്ട് വളരെ ചുരുക്കം ചില വിദേശ യൂട്യൂബ് ചാനലുകൾ മാത്രമേ ആ വാർത്തയുള്ളൂ. മാത്രവുമല്ല, ഈ സ്വാമിക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് ജയിലിൽ സന്ദർശകരായി ചെല്ലുന്നവരെ ഓടിച്ചിട്ടടിക്കുക, കൈകാര്യം ചെയ്യുക എന്നുള്ള കലാപരിപാടിയും അവിടെ നടക്കുന്നുണ്ട്. ഏതാനും ആഴ്ചകളായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് ഞാനിവിടെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ ജുഡീഷ്യറി എന്ന് പറയുന്ന നമ്മളെപ്പോലുള്ള ആളുകൾ പ്രവർത്തിക്കുന്ന ഈ മേഖല മനുഷ്യാവകാശങ്ങളെ സംരക്ഷിക്കുന്നതിൽ എത്രമാത്രം വിജയിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് അത്ര ആശാവഹമായ ഒരു ഉത്തരമല്ല. എന്ന് മാത്രമല്ല, ജുഡീഷ്യറി പലപ്പോഴും മനുഷ്യപക്ഷത്തല്ല എന്നതുകൂടി നാം ഓർമ്മിക്കേണ്ടിയിരിക്കുന്നു. ഇന്ത്യൻ ജുഡീഷ്യറി പോലും പലപ്പോഴും. മാത്രവുമല്ല, ഈ 2010 ഇപ്പോൾ ഇവിടെ നടക്കുന്ന ഈ ബംഗ്ലാദേശിലെ കലാപങ്ങളോടനുബന്ധമായിട്ടുള്ള ഒരു സുപ്രീം കോടതി വിധിയും കൂടെ പരാമർശിക്കാതെ വയ്യ. 2010 സുപ്രീം കോടതി വിധി ഇവിടെ ഹമീദ് സാർ പറഞ്ഞു, ഇവിടെ അത് ബംഗ്ലാദേശ് ഒരു സെക്കുലർ റിപ്പബ്ലിക്കാണ്. അതെ, അതിൻ്റെ ഭരണഘടന സെക്കുലർ ആയിട്ടുള്ള ഭരണഘടനയാണ്, നമ്മുടെ ഇന്ത്യൻ ഭരണഘടന പോലെ. അത് സെക്കുലർ ആണോ അല്ലയോ എന്നുള്ളൊരു ചർച്ച ബംഗ്ലാദേശ് സുപ്രീം കോടതി വന്നപ്പോൾ 2010 ഒരു വിധിയുണ്ടായി. ബംഗ്ലാദേശ് ഈസ് എ സെക്കുലർ റിപ്പബ്ലിക്. ബംഗ്ലാദേശ് ഈസ് എ സെക്കുലർ റിപ്പബ്ലിക് എന്ന ബംഗ്ലാദേശിൻ്റെ സുപ്രീം കോടതിയുടെ ഒരു വിധി ഉണ്ടായതിനു ശേഷം അത് ഒരുപാട് എതിർക്കപ്പെടുകയും ബംഗ്ലാദേശിലെ ജുഡീഷ്യറി, സുപ്രീം കോടതി അടക്കമുള്ള ജുഡീഷ്യറി ഏറെ അക്രമങ്ങൾക്കും എതിർപ്പുകൾക്കും വിധേയമാകപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഈ ജുഡീഷ്യറി എന്ന് പറയുന്ന നീതിന്യായ വ്യവസ്ഥ നമ്മുടെ മനുഷ്യാവകാശങ്ങളെ സംരക്ഷിക്കുന്നതിൽ, നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ എഴുതി വച്ചിട്ടുള്ള വ്യക്തി സ്വാതന്ത്ര്യങ്ങളെ, മൗലിക അവകാശങ്ങളെ സംരക്ഷിക്കുന്നതിൽ എത്രമാത്രം വിജയിക്കുന്നു എന്ന് ചോദിച്ചാൽ പലപ്പോഴും 100% സന്തോഷകരമായ ഒരു ഉത്തരം നമുക്ക് കണ്ടെത്തണമെന്നില്ല. മതങ്ങൾ എത്രമാത്രം രാഷ്ട്രീയത്തിൽ ഇടപെടുന്നു എന്നുള്ളത് ഹമീദ് സാർ ഇവിടെ വളരെ വിശദമായി സൂചിപ്പിച്ചു. എനിക്ക് തോന്നുന്നത് ഏറ്റവും വലിയ അപകടം ഏതു മതമായാലും ആ മതത്തിൻ്റെ ചിന്താധാരകൾക്കനുസരിച്ച് ഒരു ഭരണകൂടത്തെ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നതാണ് ആ രാജ്യത്തെ വ്യത്യസ്ത മതക്കാർക്കുള്ള നേരിടാൻ പോകുന്നതുമായ ഏറ്റവും വലിയ ഭീഷണി എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. ഇന്ത്യൻ ഭരണകൂടത്തിൻ്റെ, ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ, ഇന്ത്യൻ ഭരണഘടനയുടെ ഏറ്റവും വലിയ വിജയവും ഒരു പരിധിവരെയെങ്കിലും ഈ ഭരണ സംവിധാനത്തെ നമുക്ക് സെക്കുലറായി കൊണ്ടു നടക്കാൻ കഴിയുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അത് ഏത് മതാടിസ്ഥാനത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും, ഏത് വർഗാടിസ്ഥാനത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഭരണഘടനയ്ക്ക് കീഴ്പ്പെട്ടു നിൽക്കുന്നു എന്നുള്ള ഒരു രാഷ്ട്രതന്ത്രജ്ഞതയുടെ വിജയമാണ് രാഷ്ട്രശില്പികൾ നമുക്ക് സമ്മാനിച്ചത് എന്ന് പറയാതിരിക്കാൻ വഴിയില്ല. അതാണ് ഇന്ത്യക്ക് ഏറ്റവും വലിയ അഭിമാനിക്കാനുള്ള ഒരു വക എന്ന് കരുതുന്ന ഒരാളായി. ഏറ്റവും അഭിമാനിക്കാനുള്ള പുസ്തകവും ഇന്ത്യൻ ഭരണഘടനയാണ്, സംശയമില്ല. ഓരോ മതങ്ങൾക്കുമുള്ള പോലെ വിശിഷ്ട ഗ്രന്ഥമായി തന്നെയാണ് ഇന്ത്യൻ പൗരൻ ഭരണഘടനയെ കാണേണ്ടത് എന്നുള്ളതാണ് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെയും ഇന്ത്യൻ സെക്കുലറിസത്തിൻ്റെയും നിലനിൽപ്പ്. എന്നിരുന്നാൽ പോലും പലപ്പോഴും മനുഷ്യാവകാശ ലംഘനങ്ങൾ, ഇപ്പോൾ മനുഷ്യാവകാശ ദിനമായതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാതെ വയ്യ. അത് കൂടുതലും സാമ്പത്തികമായ, ജാതീയമായ, വർഗപരമായ തരംതിരിവുകളാണ്. ആധിപത്യമുള്ളവർ വളരെ ദുർബലമായ സമൂഹത്തിൽ ചെന്ന കടന്നുകയറ്റങ്ങളെ തടയുന്നതിന് നമ്മുടെ രാഷ്ട്രീയ സംവിധാനങ്ങൾ പലപ്പോഴും അതിന് പര്യാപ്തമാവാറില്ല. അതും ഈ ദിവസം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് നരസിംഹറാവു പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് 1992 നമ്മുടെ WTO കരാറിൽ ഒപ്പിട്ട ഒരു അംഗരാജ്യമാണ്. WTO കരാർ ഞാൻ പല വേദികളിലും പലപ്പോഴും സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. WTO കരാറിൽ ഒരു അംഗരാജ്യം ഒപ്പിട്ട് കഴിഞ്ഞാൽ, WTOക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷനുണ്ട്, ഒരു ഭരണഘടനയുണ്ട്, നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ മാതിരിയുള്ള ഒരു ഭരണഘടനയുണ്ട്. ഈ ഭരണഘടന 1945 മുതൽ ഡങ്കൽ സാഹിബ് ഇങ്ങനെ നേതൃത്വത്തിൽ ഉണ്ടായിട്ടുള്ള ഒരുപാട് ചർച്ചകളിൽ രൂപപ്പെട്ടു വന്ന, ഉറുഗ്വേ റൗണ്ടിൽ രൂപപ്പെട്ടു വന്ന ഒരു ഭരണഘടനയാണ്. മനുഷ്യാവകാശങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യം സൂചിപ്പിക്കുവാൻ വേണ്ടിയാണ് ഈ WTO ചരിത്രത്തിലേക്ക് നമ്മൾ പോവേണ്ടത്. അപ്പോൾ നമ്മൾ അംഗരാജ്യമായിട്ടുള്ള ഇന്ത്യ അടക്കമുള്ള അംഗരാജ്യം ഈ WTO കരാറിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ നമ്മൾക്ക് രണ്ട് ഭരണഘടനയെ കീഴിൽ നമ്മൾ ആകപ്പെടുകയാണ്. ഒന്ന് ഇന്ത്യൻ ഭരണഘടന, നമ്മളെ ഭരിക്കുന്ന ഇന്ത്യൻ ഭരണഘടന, നമ്മൾ അംഗമായിട്ടുള്ള WTOയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, WTO ഭരണഘടന.
അപ്പോൾ അതിലൊരു ക്ലോസ് ഉണ്ട് കേട്ടോ. ആ ക്ലോസ് ഇങ്ങനെയാണ്: വെൻ ദർ ഈസ് എ കോൺഫ്ലിക്റ്റ് അറേസ് ബിറ്റ്വീൻ എ മെമ്പർ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ദ WTO കോൺസ്റ്റിറ്റ്യൂഷൻ. അംഗരാജ്യത്തിന്റെ ഭരണഘടനയും WTO ഭരണഘടനയും തമ്മിലൊരു കോൺഫ്ലിക്റ്റ്, ഒരു ഏറ്റുമുട്ടൽ, ഒരു വിയോജിപ്പുണ്ടായാൽ ഏതാണ് ഔന്നത്യത്തിൽ നിൽക്കുക, ഏതിന്റെ പ്രഭാവമാണ് കൂടുതൽ ഉണ്ടാവുക എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതിൻ്റെ ആർട്ടിക്കിൾ 16(4) പ്രകാരം, WTO കോൺസ്റ്റിറ്റ്യൂഷൻ 16(4) പ്രകാരം WTO കോൺസ്റ്റിറ്റ്യൂഷൻ വിൽ പ്രിവൈൽ എന്ന് വെച്ചാൽ നമ്മുടെ ഭരണഘടനയ്ക്ക് മുകളിൽ ഒരു ഭരണഘടനയും കൂടി നമ്മൾ അറിയാതെ അദൃശ്യമായി നമ്മളെ നിയന്ത്രിക്കുന്നുണ്ട്. മറ്റൊരു ക്ലോസും കൂടിയുണ്ട്: വെൻ ദർ ഈസ് എ കോൺഫ്ലിക്റ്റ് അറേസ് ബിറ്റ്വീൻ ദി WTO കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് US കോൺസ്റ്റിറ്റ്യൂഷൻ. അമേരിക്കൻ ഭരണഘടനയും WTO ഭരണഘടന തമ്മിലുള്ള ഒരു സംഘർഷമുണ്ടായ, ഏറ്റുമുട്ടലുണ്ടായാൽ ദ US കോൺസ്റ്റിറ്റ്യൂഷൻ വിൽ പ്രിവൈൽ. നമ്മുടെ രാഷ്ട്രീയ പാർട്ടി എന്ന് വെച്ചാൽ അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മുടെ ഭരണഘടനയ്ക്ക് മുകളിൽ അദൃശ്യമായ 2 സോവറിൻ അധികാരങ്ങൾ കൂടിയുണ്ട്. ഒന്ന് WTO ഭരണഘടനയും അമേരിക്കൻ ഭരണഘടനയും. എന്തുകൊണ്ടോ നമ്മുടെ രാജ്യത്തെ ഒരു രാഷ്ട്രീയ പാർട്ടികളും നമ്മുടെ സർവാധികാരത്തെ, സോവറിനിറ്റി തന്നെ ചോദ്യം ചെയ്യുന്ന ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്ത് കാണാറില്ല. ഇവിടെ ഹമീദ് സാർ പറഞ്ഞ പോലെ കൂടുതൽ നമ്മൾ വൈകാരികമായി പോവുകയാണ്. മതങ്ങൾക്ക് പലപ്പോഴും നമ്മൾ കീഴ്പ്പെട്ടു പോവുകയാണ്. പക്ഷേ അതിനെ രാഷ്ട്രീയവൽക്കരിക്കുകയും മതത്തിൻ്റെ വൈകാരികതയെ ഇപ്പോൾ നമ്മൾ പാകിസ്ഥാനിൽ കാണുന്നത് പോലെ, ഏതാനും ദിവസങ്ങളായി സിറിയയിൽ കാണുന്നത് പോലെ, പല മധ്യേഷ്യൻ രാജ്യങ്ങളിലും കണ്ടുകൊണ്ടിരിക്കുന്നത് പോലെ, പല ആഫ്രിക്കൻ രാജ്യങ്ങളിലും നാം കാണുന്നത് പോലെ നരഹത്യയിലൂടെ ഒരു പൊളിറ്റിക്കൽ ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് അത്യന്തം ഈ മാനവരാശിക്ക് വളരെയധികം ഭീഷണി സൃഷ്ടിക്കുന്ന ഒന്നാണ്. പൊളിറ്റിക്കൽ ഇസ്ലാം അതിൻ്റെ എല്ലാ രൂപങ്ങളിലൂടെയും ഭാവങ്ങളിലൂടെയും, അത് ഏത് ജമാഅത്തെ ഇസ്ലാമി ആവട്ടെ, ഏത് ആവട്ടെ, ജനാധിപത്യ മൂല്യങ്ങളെയും മനുഷ്യാവകാശങ്ങളെയും മുഴുവൻ ലംഘിക്കുകയും നിരാകരിക്കുകയും ചെയ്യുന്ന അതിൻ്റെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് മാനവരാശിക്ക് ഒരു വലിയ വെല്ലുവിളിയായി മാറിയിരിക്കുന്നു എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട്, മനുഷ്യാവകാശം എന്ന് പറയുന്നത് ആത്യന്തികമായി വേറൊരാളെ നമ്മുടെ ഒരു അപരിചിതനെ പോലും മനുഷ്യനായി പരിഗണിക്കുവാനും അയാൾക്കും വികാരങ്ങളും പ്രതിസന്ധികളും സ്വപ്നങ്ങളും ഒക്കെ ഉണ്ടെന്ന് കരുതാനുമുള്ള ഒരു മനസ്സ് മാത്രമാണ് എന്നുള്ള ഒരു ഉത്ബോധം ഉണ്ടാകേണ്ടതാണ്. എല്ലാവർക്കും അവരവരുടെ വാതായനങ്ങളിലൂടെ ലോകത്തെ നോക്കാൻ, അവരുടെ ചിന്തകളുടെ ആകാശങ്ങളിലൂടെ സഞ്ചരിക്കുവാനുള്ള അവകാശമുണ്ട്. അതിനെ മാനിക്കണം. അത് മാനിക്കുക മാത്രമാണ് മാനവരാശിയുടെ സൗഹൃദത്തിൻ്റെ നിലനിൽപ്പ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വൈകിയ വേളയിൽ ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി. അടുത്ത ശ്രീ AP അഹമ്മദ് സർ.